ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. വളരെ കാലത്തെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഫലമായി കൃപാലുവായ ദൈവം ഇതിനൊരു അനുഗ്രഹിക്കപ്പെട്ട ദിനം നമുക്ക് ദാനമായി തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം തേജോമയനായ ദൈവം തൻ്റെ അദൃശ്യ ദൂതഗണവുമായി നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗിന്റെ ആരംഭം തുടങ്ങി സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നാം ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. തുടർന്നും കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. സംഭവബഹുലമായ ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്താ മാധ്യമത്തിൽ കൂടെ നമ്മുടെ കാതുകളിൽ എത്തിച്ചേരുന്ന വാർത്തകൾ മനുഷ്യന്റെ മനസാക്ഷിയെ എത്രമാത്രം മരവിപ്പിക്കുന്ന രീതിയിൽ എന്നുള്ളത് ലോകത്തിൽ ഇന്ന് കണ്ട് അറിഞ്ഞ് അല്ലെങ്കിൽ ഗ്രഹിപ്പാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഭാവിയിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചിന്താ വിഷയമാണ്. ഇവിടെ കൂടിയിരിക്കുന്നതിലേറിയ ഭാഗവും ആ ചിന്തയുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ലോകത്തിൽ നല്ലൊരു ഭാഗവും ഭാവിയിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയുടെ ഉടമകളാണ്. മുൻപ് നമ്മുടെ പക്കൽ ലഭിച്ചിരുന്ന പ്രചരണ മാധ്യമത്തിൽ കൂടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ വേദപഠന ക്ലാസുകളുടെ വിഷയം ഭാവിയിൽ ലോകത്തിൽ എന്തു സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ആഴമേറിയ ഈ വിഷയം നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിച്ചു തീർക്കുവാൻ സാധ്യമല്ല. ആകയാൽ അവയിൽ ചില ഭാഗങ്ങൾ മാത്രം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ തുറന്നുള്ള ദിനങ്ങൾ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ഭാവിയിൽ ലോകത്തിൽ എന്തു സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് മനുഷ്യൻ ഭൂമിയിൽ വാസം തുടങ്ങിയ കാലം തുടങ്ങി തന്നെ എല്ലാ കാലഘട്ടത്തിലും എല്ലായ്പ്പോഴും വലിയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യൻ പുരോഗതിയുടെ ഏറ്റവും മൂർച്ഛിതാവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യൻ നേടിയെടുത്ത അറിവും അതിൻ്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യനുണ്ടായ പുരോഗതിയും മനുഷ്യനെ വളരെ ഉയരങ്ങളിൽ എത്തിച്ചു എന്നുള്ളത് സത്യമാണ്. ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യന്റെ അറിവ് അവനെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മനുഷ്യന്റെ ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ ജീവിതത്തിലെ എല്ലാ സുഖ സന്തോഷങ്ങളും മനുഷ്യന് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ശാസ്ത്രം ഇന്ന് വളരെ പുരോഗമിച്ചു. ലോകത്തിലെവിടെ നോക്കിയാലും വളരെ മത്സരിച്ചോടുന്ന ഒരു കുതിരപ്പടയോട്ടം പോലെയാണ് ഇന്ന് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ ജനതകളെ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ ഉയർച്ചയുടെ മൂർച്ഛിതാവസ്ഥയിലേക്ക് ലോകം കുതിക്കുമ്പോൾ മറുഭാഗത്തേക്ക് നാം കണ്ണോടിച്ചാൽ ധാർമ്മികമായി മനുഷ്യൻ ഏറ്റവും അധപ്പതിച്ച് അന്ധകാരത്തിന്റെ ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞ ഒരു ശപിക്കപ്പെട്ട തലമുറയുടെ നടുവിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തില് തിരുവെഴുത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്ന വിഷയങ്ങൾക്ക് മനുഷ്യവർഗത്തെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ ദിനങ്ങളിൽ ചുരുക്കമായി ചിന്തിക്കാം. മുൻപ് നമ്മുടെ പക്കൽ ലഭിച്ച പ്രചരണ മാധ്യമത്തിൽ കൂടെ ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന വിഷയങ്ങളുടെ ചില നിരകൾ എഴുതപ്പെട്ടിരുന്നു. ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മടങ്ങി വരവും. 2, അനന്തരമായി ഉണ്ടാകുന്ന ദൈവത്തിന്റെ ക്രോധ ദിനങ്ങളും
ഭൂമിയിൽ തകർന്നുടഞ്ഞു പോയെങ്കിലും മടങ്ങി വരുവാൻ വെമ്പൽ കൊള്ളുന്ന തകർന്നുടഞ്ഞ സാമ്രാജ്യത്തിന്റെ പുനർസ്ഥാപനവും, ലോകത്തെ അടക്കി വാഴുവാൻ ലോകത്തിൽ എഴുന്നേറ്റ് വരുന്ന സ്വേച്ഛാധിപതിയായ എതിർ ക്രിസ്തുവും, ലോകത്തിലെ മാനവരാശിയെ ഏകീകരിക്കേണ്ടതിന് ശാസ്ത്രം കണ്ടെത്തിയ 666 എന്ന സംഖ്യയും, അതിലുപരി ലോക സാമ്രാജ്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആയുധപ്പുരകൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന, അല്ലെങ്കിൽ യുദ്ധകൊതിയന്മാരായ ഭരണകർത്താക്കന്മാർ ലോകത്തിൽ വാരി വിതറുന്ന അതിശക്തമായ യുദ്ധങ്ങളും, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗമൊരുക്കിയ മഹിമകളെ വിട്ടെറിഞ്ഞു പോകുന്ന മനുഷ്യാത്മാവിന് വരുവാൻ പോകുന്ന നിത്യ ന്യായവിധിയും, മുഴു ലോകത്തെക്കാൾ വിലപ്പെട്ട മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യതയും, ഈ വിഷയങ്ങളാണ് ഈ ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടത്. അതിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. അല്പസമയത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട നാദം ഞാൻ കേട്ടു. അടുത്തത്, ഇവിടെ കയറി വരിക, ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചു കേട്ട ദൈവവചനത്തിനായി കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. മുൻപ് പല സാഹചര്യങ്ങളിൽ പല വിശുദ്ധന്മാരിൽ കൂടെ ഈ ദൈവവചനത്തെയും ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങളെയും ഗ്രഹിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുക. വിശുദ്ധ തിരുവെഴുത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ കൃപായുഗ വിശുദ്ധന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഒരാത്മീയ സന്ദേശമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, ശുദ്ധ തിരുവെഴുത്തില് എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യവർഗത്തിന്റെ എല്ലാ തുറകളിലും ദൈവത്തിന്റെ വചനത്തിന് സ്വാധീനമുണ്ട്. ഇതിലുപരിയായി നമ്മുടെ സ്റ്റേജിന്റെ പിൻവശത്ത് മനോഹരമായ ഒരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയായ പ്രവചനങ്ങൾ, കഴിഞ്ഞുപോയിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നതുമായ തിരുവെഴുത്ത് പ്രവചന ഭാഗമാണ് ഒരു കലാകാരൻ തന്റെ മനസ്സിൽ കുടികൊണ്ട ആശയത്താൽ അത് വരച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. വേദപുസ്തക പഠനത്തിനായി വരും ദിനങ്ങളിൽ അവ നമുക്ക് ചുരുക്കമായി നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിൾ എന്ന ഈ ഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, പൊതുവെ ബൈബിൾ എന്ന് നാം കേൾക്കുന്നുടനെ ഇത് കേവലം ക്രൈസ്തവരുടെ ഒരു മതഗ്രന്ഥം എന്നാണ് ലോകം ബൈബിളിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രോതാക്കളെ, ബൈബിൾ ഒരിക്കലും ക്രൈസ്തവരുടെ മതഗ്രന്ഥമല്ല. പാപം ചെയ്ത് ദൈവ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി ശപിക്കപ്പെട്ട ഭൂമിയിൽ അലഞ്ഞ് മരണക്കല്ലുകളിൽ തട്ടി മരിച്ച് മൺമറഞ്ഞു പോകുന്ന മാനവരാശി സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി പോകുവാൻ അവന് യാത്രയ്ക്ക് ഉതകുന്ന, അല്ലെങ്കിൽ അവന്റെ ട്രാവലിംഗ് ഗൈഡായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് മാനവരാശിക്ക് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്നത്. ബൈബിളിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഏതാണ്ട് ദീർഘമായ 1600 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ ലോകത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, പുതിയ യെരൂശലേം എന്നൊരു വിശുദ്ധ നഗരം ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത്. അതിന്റെ അർത്ഥം, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തുടങ്ങി ഈ പ്രപഞ്ചത്തിന്റെ അവസാനം വരെയുള്ള സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ബൈബിളിന്റെ എഴുത്തുകാരെ കുറിച്ച് നാം പഠിച്ചാൽ ഇതിൽ അനേക എഴുത്തുകാർ, 40ഓളം എഴുത്തുകാർ ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്.
പറയുന്നത്. പ്രശസ്തരായ ചില രാജാക്കന്മാരിൽ എഴുതിയിട്ടുണ്ട്. ആരോരും അറിയാത്ത ആട്ടിടയന്മാരും കടലോരവാസികളായ മുക്കുവന്മാരും ആയതുപോലെ വൈദ്യന്മാരും ഒക്കെ ഈ വിശുദ്ധ ബൈബിളിലെ എഴുത്തുകാരായിട്ടുണ്ട്. രാജാക്കന്മാരുടെ വിലപ്പെട്ട അരമനകളും മുക്കുവന്മാരുടെ ചെറിയ കുടിലുകളും ബാബിലോണിയ നദീതീരങ്ങളും റോമൻ കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴിക്കുള്ളിൽ അല്ലെങ്കിൽ റോമൻ കാരാഗ്രഹമൊക്കെ ഈ വിശുദ്ധ തിരുവെഴുത്തിന്റെ എഴുതുവാൻ ഉണ്ടായ പശ്ചാത്തലങ്ങളാണ്, അല്ലെങ്കിൽ എഴുതിയ സ്ഥലങ്ങളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വേദപുസ്തക അല്ലെങ്കിൽ ബൈബിൾ സത്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമം എന്ന രണ്ട് ക്രമീകരണത്തിലാണ് ബൈബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പഴയ നിയമത്തിൽ മൊത്തമായി പഠിക്കുമ്പോൾ ഈ 66 പുസ്തകത്തെ രണ്ട് ഭാഗമായി തിരിച്ചിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മനുഷ്യാവതാരത്തിന് മുൻപുള്ളതും മശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാരത്തിന് ശേഷമുള്ളതുമായി പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ഉൾക്കൊള്ളിച്ചിരിക്കുക. ഇതിനോട് ഏറെക്കുറെ വിശുദ്ധ ബൈബിളിനോട് ഏറെക്കുറെ സമാന്തരമായി ഏറെക്കുറെ സാമ്യപ്പെട്ടു വരുന്നതിലൊന്ന് യഹൂദ മതഗ്രന്ഥമായ തൽമൂദും ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനുമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിലേതാണ്ട് 4/3 ഭാഗങ്ങളും പ്രവചന ഭാഗങ്ങളായിട്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സംഭവിക്കുന്നതും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ സത്യങ്ങളും ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചുയർന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മനുഷ്യന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുവാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഇന്ന് എഴുതിയത് നാളെ ശാസ്ത്രം തിരുത്തി എഴുതും. ഇന്ന് കണ്ടെത്തിയത് പലതും നാളെ മണ്ടത്തരമെന്ന് ശാസ്ത്രം പ്രഖ്യാപിക്കും. എന്നാൽ ആകാശം മാറിപ്പോയാലും ഭൂമി 100 കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചാലും ഈ പ്രകൃതിയുടെ സകല പ്രതിഭാസങ്ങൾക്ക് മാറ്റം സംഭവിച്ചാലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കാത്തതൊന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ തുറകളിലും ബൈബിൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സിൽ ഇക്കാലത്തോളം ഉദിച്ചുയർന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ബൈബിൾ വളരെ വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. ദൈവം ആരാണ്? ഈ പ്രപഞ്ചം എവിടെ ഉത്ഭവിച്ചു? മനുഷ്യന്റെ സൃഷ്ടിക്ക് പിന്നിൽ നിന്ന കരം ആരാണ്? പാപം എന്ന പ്രതിഭാസത്തിന്റെ ഉത്ഭവം എവിടെയാണ്? ദൈവസൃഷ്ടിയിൽ ഉന്നതനായ മനുഷ്യൻ മരിക്കുന്നത് എന്തുകൊണ്ട്? മരണാനന്തരം മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ലോകത്തിലെ ജാതികൾ രൂപപ്പെട്ടത് എവിടെയാണ്? ഭാവിയിൽ ലോകത്തിൽ എന്തു സംഭവിക്കും? ഇങ്ങനെ മനുഷ്യ മനസ്സിൽ എല്ലാ കാലത്തും ഉദിച്ചുയർന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി വിശുദ്ധ ബൈബിളാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് തന്നെ നാം നോക്കിയാൽ പുരാതന കാലം തുടങ്ങി ശാസ്ത്രം പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് അനേക അഭിപ്രായങ്ങളാണ് ലോകത്തിന് പ്രദാനം ചെയ്തിരിക്കുന്നത്. ശാസ്ത്ര ലോകത്തിന്റെ പല കണ്ടെത്തലുകളും പിൽക്കാലത്ത് ഏറ്റവും ഭോഷത്വമായി അവരുടെ കണ്ടെത്തലുകൾ പലതും ചുരുട്ടി വേസ്റ്റ് കൊട്ടയിലേക്ക് എറിയേണ്ടി വന്നു. പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ച് തന്നെ വലിയ വലിയ സിദ്ധാന്തങ്ങൾ ലോകത്തിൽ വന്നു. അതിലൊന്നാണ് വൻസ്ഫോടന സിദ്ധാന്തം. അത്യുഗ്ര സാന്ദ്രതയിൽ കുടികൊണ്ട പ്രപഞ്ച പദാർത്ഥം കാലാന്തരത്തിൽ അത്യുഗ്രമായ ഒരു സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച് ആ പൊട്ടിത്തെറിയുടെ 20 നിമിഷത്തിനുള്ളിൽ തന്നെ അത് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി തീർന്നു എന്നായിരുന്നു വൻസ്ഫോടന സിദ്ധാന്തം ലോകത്തിലേക്ക് കൊണ്ടുവന്ന അറിവ്. എന്നാൽ മറുഭാഗത്തൊരു ചോദ്യമുണ്ടായി. അങ്ങനെയാണെങ്കിൽ അത്യുഗ്ര സാന്ദ്രതയിൽ കുടികൊണ്ട ഈ പ്രപഞ്ച പദാർത്ഥം ആരാണ് സൃഷ്ടിച്ചത്? അത്യുഗ്രമായ സ്ഫോടനം നടത്തിയത് ആരാണ്? ഇത്ര ക്ലിപ്തമായി ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അതാതിന്റെ ചാനലുകളിൽ നിയന്ത്രിച്ചതാരാണ്? ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ജോർജ് ഗാമൽ എന്ന ആ ശാസ്ത്രജ്ഞന്റെ ആ വൻസ്ഫോടന സിദ്ധാന്തം ചുരുട്ടി മൂലയിലേക്ക് എറിഞ്ഞു. എന്നാൽ ബൈബിൾ പറഞ്ഞു ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ലോകത്തിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ എഴുതി. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ദീർഘകാലത്തെ നിരീക്ഷണത്തിന്റെ അനന്തരമായി
അദ്ദേഹം പരിണാമ സിദ്ധാന്തം ലോകത്തിൽ കൊണ്ടുവന്നു. താൻ പറയുന്നത് ഏകകോശ ജീവിയായ അമീബ അനവധി പരിണാമങ്ങൾക്ക് വിധേയപ്പെട്ട് ബഹുകോശ ജീവിയായി ബുദ്ധിയുടെ ഉടമയായ മനുഷ്യനായി തീർന്നു. പ്രകൃതിയുടെ പ്രതിഭാസമായ പരിണാമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ബുദ്ധിമണ്ഡലത്തിൽ ഉയർന്ന മനുഷ്യൻ രൂപപ്പെട്ടു എന്നായിരുന്നു ചാൾസ് ഡാർവിന്റെ കണ്ടുപിടുത്തം. മറുഭാഗത്തൊരു ചോദ്യം, 20 ലക്ഷത്തിലധികം രൂപാന്തരങ്ങൾക്ക് വിധേയപ്പെട്ട മനുഷ്യൻ എന്തുകൊണ്ട് അതിനപ്പുറം മറ്റൊന്നായി രൂപാന്തരപ്പെടുന്നില്ല? മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള കുരങ്ങുകളോ ചീമ്പൻസികളോ മറ്റു യാതൊന്നും അതിനോട് സാമ്യപ്പെട്ട ഒരു മൃഗങ്ങളും മനുഷ്യനായ ചരിത്രം, മനുഷ്യന്റെ ലോക ചരിത്രത്തിൽ എങ്ങും തന്നെയില്ല. അധികം വൈകും മുൻപ് ചാൾസ് ഡാർവിന്റെ സിദ്ധാന്തവും കെട്ടൊഴിഞ്ഞു. എന്നാൽ ബൈബിൾ പറഞ്ഞു, യഹോവയായ ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മനുഷ്യൻ ഇങ്ങനെ പ്രഖ്യാപിക്കും, ഇത് പ്രകൃതിയുടെ നിത്യപ്രതിഭാസം. മരണത്തിന്റെ ഉത്ഭവം കണ്ടെത്തുവാൻ ശാസ്ത്രം പരക്കം പായുക. ലോക പ്രശസ്തരായ ചില ധനികർ ചേർന്ന് മരണത്തെ അതിജീവിക്കുവാനുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു. എങ്ങനെ മനുഷ്യന് വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടാം? അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനമാണ്. എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? ചോദ്യം വളരെ വിലപ്പെട്ടതാണ്. ഓരോ ദിവസവും നാം ന്യൂസ് പേപ്പറുകൾ എടുത്തു നോക്കിയാൽ മരിച്ചവരുടെ ഒരു നിര കാണാം. അടുത്ത കാലത്ത് ഒരു ആരോഗ്യ സംഘടന എഴുതിയ ഒരു ബുക്കിൽ അവർ എഴുതിയിരിക്കുന്നത് ഒരു ദിവസം 5,64,000 പേർ വീതമാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിലേറിയ ഭാഗം ഭൂമിയിൽ ജനിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു? മരണം എവിടെയാണ് ഉത്ഭവിച്ചത്? ശാസ്ത്രം അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞു മറുപടിയില്ലാതെ മൗനം വീക്ഷിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ദൈവം മനുഷ്യരോട് പറഞ്ഞു, നീ ആ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ആരെന്നും മനുഷ്യന്റെ ഉത്ഭവം എവിടെയെന്നും മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു എന്നും വളരെ വ്യക്തമായി ബൈബിളാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശാസ്ത്രം വളരെ പുരോഗമിച്ചു. അവരുടെ ആ ഏറിയ കാലത്തെ നിരീക്ഷണങ്ങളുടെ അനന്തരമായി ഒരനേക സത്യങ്ങളെ കണ്ടെത്തുന്നു. സത്യമാണ് എങ്കിൽ പോലും ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ്. ഇന്ന് മനുഷ്യന്റെ ശാസ്ത്രീയ മണ്ഡലത്തിലേക്ക് ഒരു നിമിഷം നാം കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതിയുടെ യഥാർത്ഥ ചാലുകൾ വെട്ടിത്തെളിച്ചു കൊടുത്തത് വിശുദ്ധ ബൈബിളാണ്. ചുരുങ്ങിയ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധിയിൽ എത്തിച്ചത് പേർഷ്യൻ നാടുകളിലെ എണ്ണക്കിണറുകളാണ്. ബ്രിട്ടീഷുകാർ മുഴുവൻ ലോകത്തെയും അടക്കി വാഴും കാലത്ത് ബുദ്ധിമാന്മാരായ അവരായിരുന്നു പേർഷ്യൻ നാടുകളുടെ ഉൾവശങ്ങളിൽ അല്ലെങ്കിൽ പേർഷ്യൻ നാടുകളിൽ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ എണ്ണച്ചാലുകൾ ഒഴുകുന്നു എന്ന് കണ്ടെത്തി. അവരുടെ കണ്ടുപിടുത്തം പേർഷ്യ മാത്രമല്ല ഏഷ്യൻ ഭൂഖണ്ഡത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചു. നമ്മുടെ നാട് തന്നെ നോക്കിയാൽ ഒരു 50 വർഷത്തിന് മുൻപുള്ള അനുഭവത്തിൽ നിന്ന് അതിവേഗം കുതിച്ചുയർന്നതിന്റെ രഹസ്യം പേർഷ്യൻ നാടുകളിലെ എണ്ണകളെ കുറിച്ചുള്ള അറിവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ബ്രിട്ടീഷുകാർ ശാസ്ത്ര ലോകത്തിന് അടിസ്ഥാനം ഭാഗീയെന്ന് അഭിമാനിക്കുന്ന ബ്രിട്ടീഷുകാർ ഇത് കണ്ടെത്തുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ അത് പറഞ്ഞിരുന്നു. അബ്രഹാം എന്ന ഭക്തന്റെ കാലത്തുണ്ടായ ഒരു യുദ്ധത്തോടുള്ള ബന്ധത്തില് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് രണ്ട് സമൂഹമായി രാജാക്കന്മാർ യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ തോറ്റോടിയ രാജാക്കന്മാർ പലരും അക്കാലത്ത് കീൽക്കുഴിയിൽ വീണുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ സമീപ പ്രദേശങ്ങളിൽ കിടക്കുന്ന ആ പേർഷ്യൻ നാടുകളിൽ പണ്ട് തന്നെ കീൽക്കുഴികൾ അല്ലെങ്കിൽ എണ്ണക്കിണറുകൾ ഉണ്ട് എന്ന് വിശുദ്ധ ബൈബിളാണ് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ രാജാക്കന്മാർ ഓടി അവർ
കീൽക്കുഴിയിൽ വീണുപോയി. വേദപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ബ്രിട്ടീഷുകാരാണ് അവിടെയുള്ള എണ്ണച്ചാലുകൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അടുത്തതായി നോക്കാം. ശാസ്ത്രം വളരെ പുരോഗമിച്ചു. പുരോഗതിയുടെ ഒരു നല്ല രൂപരേഖയാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രിസിറ്റിയുടെ രംഗപ്രവേശനമാണ് ലോകത്തിൽ മനുഷ്യനെ ഏറ്റവും മാന്യനാക്കിയത്. ഇത് കണ്ടെത്തിയിട്ട് പറയത്തക്ക വർഷങ്ങളൊന്നും ആയിട്ടില്ല. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മനസാക്ഷിയുഗത്തിന്റെ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ യോബ് തന്റെ പുസ്തകത്തിൽ എങ്ങനെ എഴുതി? അവർ നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി, അല്ലെങ്കിൽ ഡാമുകളെ കെട്ടിയുണ്ടാക്കി, ഗുപ്തമായത് വെളിച്ചമാക്കി ലോകത്തിലേക്ക് കൊണ്ടുവരും. ഓർത്തുകൊള്ളണമേ, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച് തോമസ് ആൽവാ എഡിസൺ ഈ ബൾബ് കണ്ടുപിടിച്ച് ഇതിങ്ങനെ കത്തിയൊലിച്ച് അന്ധകാരത്തിൽ മാനവരാശിയെ നിനക്ക് വെളിച്ചം തരുവാൻ ശാസ്ത്രം ഇതിന് തുനിഞ്ഞെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ ഇത് ബൈബിൾ പറഞ്ഞിരുന്നു. യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി ഗുപ്തമായത് വെളിച്ചമാക്കി ലോകത്തിൽ കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിന് പ്രാധാന്യം കൊടുത്ത യഹൂദനും ബ്രിട്ടീഷുകാരുമാണ് ഈ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ മുൻപിൽ നിന്നത്. കാര്യം, അവർ എന്തൊന്ന് കണ്ടുപിടിക്കാൻ തുനിഞ്ഞാലും ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും രൂപരേഖ ഉണ്ടോ എന്നവരൊന്ന് തപ്പും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഡാം ഒരു വലിയ കണ്ടുപിടുത്തമല്ലേ? ആ ഡാം കെട്ടിയുണ്ടാക്കി അതിലെ വെള്ളം ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റിക്ക് ഉപകരിക്കുന്നു. ആയതുപോലെ നമ്മുടെ കാർഷിക മേഖലകളിൽ അതൊരു വലിയ സമൃദ്ധിയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളില് മനസാക്ഷികത്തിൽ ജീവിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ഏതാണ്ട് 4000-ഓളം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബൈബിൾ അത് പറഞ്ഞിരുന്നു. ഒന്ന് വായിക്കാമോ? യോബിന്റെ പുസ്തകം 28-11. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് ശ്രദ്ധിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗുപ്തമായത് മനുഷ്യന്റെ കണ്ണുകൾക്ക് ദൃശ്യമാകാൻ കഴിയാത്ത വണ്ണമുള്ള അതിശക്തമായ ഈ വൈദ്യുതി കണ്ടെത്തുമെന്ന് വർഷങ്ങൾക്ക് മുൻപേ ബൈബിൾ പറഞ്ഞിരുന്നു. പേർഷ്യൻ നാടുകളിൽ എണ്ണക്കിണറുകൾ ഉണ്ടെന്നും രാജാക്കന്മാർ ഭയപ്പെട്ട് ഓടിയിട്ട് അവരുടെ കാലുകൾ എണ്ണക്കിണറുകളിൽ വീണെന്നും പേർഷ്യൻ നാടുകളിൽ അതൊരു സമൃദ്ധിയാണെന്നും ബൈബിൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തതായി നമുക്കൊന്ന് നോക്കാം. ഇന്ന് ലോകത്തിൽ ഏറ്റവും മനുഷ്യനെ തിരിച്ചറിയുവാൻ സുരക്ഷിതമായി കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യന്റെ കൈരേഖകളാണ്. ഒരു കാലത്ത് നമ്മുടെ ഫോട്ടോയും ആയതുപോലെ നമ്മുടെ സൈനും ഒക്കെ ആയിരുന്നു പ്രാധാന്യം. എന്നാൽ ഇന്ന് അതിനല്ല പ്രാധാന്യം, പിന്നെയോ അവന്റെ കൈരേഖകൾക്കാണ്. ലോകത്തിൽ 700 കോടി ജനങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ വലത് കൈയുടെ പെരുവിരലിൽ ക്രമീകരിച്ചിരിക്കുന്ന രേഖകൾ വ്യത്യസ്തമാണ്. ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാൽ, ബാങ്കുകളിൽ പോയാൽ, നിങ്ങൾ ഏതൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്താലും അവിടെയെല്ലാം കൈയുടെ പെരുവിരലിന്റെ രേഖയാണ് വേണ്ടിയത്. നമുക്കിതൊരു അത്ഭുതമായി തോന്നും. ബൈബിളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. യോബിന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ മനുഷ്യനെ പരസ്പരം തിരിച്ചറിയേണ്ടതിന് അവന്റെ കൈകളിൽ രേഖ വരച്ചിരിക്കുന്നു. വായിച്ചാൽ താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യന്റെയും കൈമുദ്രയിടുന്നു, കൈകളിൽ രേഖകൾ വരച്ചിരിക്കുന്നു. എത്രയോ അത്ഭുതമാണിത്. ശാസ്ത്രം ഇതൊരു പുതുമയായി കണ്ടുപിടിച്ച് ലോക ചരിത്രത്തിൽ അത് എഴുതപ്പെടുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ വചനം പറഞ്ഞു, യഹോവയായ ദൈവം താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല മനുഷ്യരെയും പരസ്പരം തിരിച്ചറിയേണ്ടതിന് കൈകളിൽ രേഖകൾ വരച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി നാം താഴേക്ക് കടന്നു വരുമ്പോൾ അനവധി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് ബൈബിളാണ് അതിന്റെ പാത വെട്ടിത്തെളിച്ചു കൊടുത്തത്. ഭൂമി വെന്തെരിയുന്ന ഒരു ഗോളമാണ്. അതിന്റെ ഉൾവശം അത്യുഗ്രമായ ചൂടിൽ വെന്തെരിയുകയാണ്. ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടെത്തി അത്ഭുതപ്പെടുന്നു. അതങ്ങനെ വെന്ത ചുട്ട് അതിശക്തമായ അല്ലെങ്കിൽ രൂക്ഷമായ കത്തി ഒടുവിൽ ഭൂമിയുടെ
കടുപ്പം കുറഞ്ഞ സ്ഥലം വഴി പൊട്ടിത്തെറിച്ച ലാവ പുറത്തു വരുന്നു. ആരംഭകാലത്തൊന്നും മനുഷ്യന്റെ അറിഞ്ഞുകൂടാ. ഭൂമിയുടെ അധോഭാഗത്തുള്ള പിശാചുക്കൾ തുപ്പുന്നതാണെന്നായിരുന്നു പുരാതന ബാബിലോണിയർ ലാവയെ കുറിച്ച് പഠിച്ച് അറിഞ്ഞിരുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയാൻ ഭൂമിയുടെ ഉൾവശം വെന്ത് തിളക്കുകയാണ്. യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യൻ ഭൂമിയുടെ പുറത്ത് വേല ചെയ്യുന്നു, അതിന്റെ ഉൾവശമോ തീ കൊണ്ടെന്ന വണ്ണം വെന്ത് തിളയ്ക്കുന്നു. വായിച്ചാൽ ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന വണ്ണം വെന്തു മറിയുകയാണ്. എത്രയോ അത്ഭുതം! ഇതൊക്കെ എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഭൂമി വൃത്താകാരമാണ്. കണ്ടെത്തിയത് ഗലീലിയോ എന്നൊരു ശാസ്ത്രജ്ഞൻ. തന്റെ കണ്ടെത്തലുകൾക്കന്ന് പ്രാധാന്യം ഉണ്ടായില്ല. എല്ലാവരും കൂടെ തന്നെ ചവിട്ടിത്തൂത്ത് തന്റെ കണ്ടുപിടുത്തം നിഷേധിച്ചു കളഞ്ഞു. ഏറിയ വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടനിൽ നിന്ന് ഏഷ്യൻ ഭൂഖണ്ഡത്തെ തേടി യാത്ര ചെയ്ത യൗവനക്കാരനായിരുന്ന കൊളംബസ് തെളിയിച്ചു ഭൂമി ഉരുണ്ടതാണ്. അങ്ങനെ ലോകം അംഗീകരിച്ചു ഭൂമി ഉരുണ്ടതാണ്. ഗലീലിയോ തന്റെ കണ്ടുപിടുത്തത്തിൽ അത് പ്രസ്താവിച്ചു. യൗവനക്കാരനായ നാവികൻ കൊളംബസ് തന്റെ യാത്രയിൽ കൂടെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ എഴുതി ഭൂമിയെ ദൈവം വൃത്താകാരമാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ടെന്ന് സർ ഐസക് ന്യൂട്ടൺ കണ്ടെത്തി. ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ആപ്പിൾ തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോയ അദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് ഒരു ആപ്പിൾ വീണിട്ട് താനത് എടുത്തെറിഞ്ഞു. എന്തുകൊണ്ട് ആപ്പിൾ ഭൂമിയിലേക്ക് വന്നു, മുകളിലേക്ക് പോയിക്കൂടെയോ? ഈ ചോദ്യം കൊണ്ടാണ് പിൽക്കാലത്ത് താനൊരു പ്രഗത്ഭ ശാസ്ത്രജ്ഞനായത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചു സകല ഗ്രഹങ്ങൾക്കും തമ്മിൽ ആകർഷമുണ്ട്. യോബിനോട് ദൈവം ഒരു ദിവസം ചോദിച്ചു: യോബേ, കാർത്തിക, മകീരിയം, സപ്തൃഷി എന്ന പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളുണ്ട്. അവയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? എത്ര അത്ഭുതമാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ ഇന്ന് പല പ്രവചനവും അത്ഭുതമായി തോന്നുകയാണ്. സോദോമിൽ പണ്ട് ലോത്തിന്റെ കാലത്ത് തീയിറങ്ങി. സോദോം അന്ന് പ്രശസ്ത പട്ടണമായിരുന്നു. സോദോമിൽ തീയിറങ്ങി. ആ തീയുടെ അനന്തരമായി സോദോം കത്തി എരിഞ്ഞ് ചാവുകിടലുണ്ടായി. ബ്രിട്ടീഷുകാർ വലിയ മിടുക്കന്മാരാണ്. മുഴു ലോകവും അടക്കി വാഴും കാലത്ത് അവർ ഈ ചാവുകിടൽ അരിച്ചു പെറുക്കി. കേവലം മനുഷ്യന് ഗുണം ചെയ്യാത്ത കഠിനപ്പെട്ട ഉപ്പെന്ന് പറഞ്ഞ് അവർ എഴുതി തള്ളി. എന്നാൽ പ്രിയമുള്ളവരെ, ആ സമുദ്രം ഇന്ന് സമ്പത്തിന്റെ വലിയൊരു കലവറയാണ്. യെശയ്യാ പ്രവാചകൻ ഇന്നേക്ക് 2700 വർഷം മുൻപ് ഭൂമിയിൽ ചെതറിപ്പോകുന്ന യഹൂദനെ നോക്കിക്കൊണ്ട് പറഞ്ഞു: ഇസ്രായേലേ, നീ നിന്റെ സ്വദേശത്ത് വരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തുകളാൽ ചാവുകിടൽ നിറഞ്ഞിരിക്കുന്നു. ആറ്റമിക് ആയുധങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതിന് ആവശ്യമായ വിലപ്പെട്ട പല വസ്തുക്കളും അതിന്റെ ഉള്ളിലുണ്ട്. യുറേനിയം, ത്രോറിയം, പ്രൊട്ടക്ടീനിയം, ഇങ്ങനെ വിലപ്പെട്ട ധാതു ലവണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് യാദൃശ്യമല്ല. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞു: ഇസ്രായേലേ, നീ മടങ്ങി വരുമ്പോൾ സമുദ്ര സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ശാസ്ത്രം അത് കണ്ടുപിടിച്ചു, അവരഭിമാനിക്കുന്നു, സത്യം. പക്ഷേ ബൈബിൾ അത് പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഏറ്റവും വലിയൊരു അത്ഭുതം ആറ്റമിക്കിന്റെ കണ്ടുപിടുത്തമാണ്. കർത്താവായ യേശുവിനെ അനുഗമിച്ച സ്ലീഹന്മാരിൽ ഒരുവൻ, അവനൊരു ദരിദ്രമായ മുഖക്കുടിലാണ് ജനിച്ചത്. അക്ഷരാഭ്യാസമോ അല്ലെങ്കിൽ ഉന്നതമായ വിദ്യയോ ഒന്നും അവനുണ്ടായിരുന്നില്ല. കുട്ടിക്കാലം തുടങ്ങി കടലോരങ്ങളിൽ കക്കായും മത്സ്യവും പെറുക്കി നടന്ന സാധുവായ മനുഷ്യൻ. രക്ഷകന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് അവൻ മശിഹായെ അനുഗമിച്ചു. പിൽക്കാലത്ത് ദൈവാത്മാവ് അവന്റെ ഉള്ളിൽ വ്യാപരിച്ചപ്പോൾ അവൻ ഇങ്ങനെ എഴുതി: ദൈവത്തിന്റെ ന്യായവിധിയുടെ മുഖം കണ്ടുകൊണ്ട് ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയഴിയും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തികൾ വെന്തുപോകുമെന്നും ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയഴിയും. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോ
പറയുമ്പോൾ പത്രോസ് പറയുകയാണ്, ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഭൂമിയുടെ പണികൾ വെന്തഴിയും. ഈ ഭൂമിയുടെ മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ആറ്റം നിന്ന് കത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയോ അത്ഭുതം! ഇതൊന്നും ലോകം അംഗീകരിച്ചിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടനും സഖ്യകക്ഷികളും കൂടെ ചേർന്ന് ജപ്പാനിലെ പ്രശസ്ത പട്ടണമായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിശക്തമായ ആറ്റം ബോംബുകളെ വർഷിപ്പിച്ചിട്ട് അതിങ്ങനെ കത്തി ജ്വലിച്ച് ഹിരോഷിമയിലെ ലോക പ്രശസ്തമായ ഉരുക്കുശാല ഉരുകി ഒഴുകുന്നത് കണ്ടപ്പോൾ വിശുദ്ധ പത്രോസിന്റെ വാക്ക് ലോകം അംഗീകരിച്ചു, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയൊഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വൈദ്യലോകത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ചു. പണ്ടേ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ 1000 മടങ്ങ് പുരോഗതിയിലെത്തി. ഇന്ന് മനുഷ്യന്റെ ശരീര അവയവങ്ങൾ മനുഷ്യന് വാങ്ങാൻ കിട്ടും. മാർക്കറ്റിൽ ചെന്ന് നാം പച്ചക്കറി വാങ്ങുന്നത് പോലെ ഹാർട്ട് വേണോ, ലിവർ വേണോ, കിഡ്നി വേണോ, കണ്ണ് വേണോ എന്ന് വേണ്ട സകല അവയവങ്ങളും മാർക്കറ്റിൽ ലഭിക്കും. നമുക്കൊരു അത്ഭുതമായി തോന്നും, ഇത് യാദൃശ്യമല്ല. ബൈബിൾ പറഞ്ഞു, അന്നാളിൽ ആ തെരുവിൽ മനുഷ്യന്റെ അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും ഇവിടെ ഉണ്ടാകും. ഇങ്ങനെയല്ലേ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, അന്ത്യകാലത്ത് മനുഷ്യന്റെ ശരീരാവയവങ്ങൾ വാങ്ങാൻ കിട്ടും. കിഡ്നി ആണോ, പ്രായവും ആ അളവും അങ്ങ് പറഞ്ഞാൽ മതി. ഹാർട്ടാണോ, ലിവറാണോ, കണ്ണാണോ എന്ന് വേണ്ട എന്തും നമുക്ക് കിട്ടും. മാർക്കറ്റിൽ മറ്റൊരുവന്റെ ശരീരാവയവങ്ങളെ ഇനി മറ്റൊരുവന് പിടിപ്പിച്ചു കൊടുക്കുവാൻ വൈദ്യലോകം പുരോഗതിയിലെത്തി. സത്യം. പക്ഷേ ഇതെല്ലാം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗതിക്ക് അവന് യഥാർത്ഥമായൊരു പാത വെട്ടിത്തെളിച്ചു കൊടുത്തത് വിശുദ്ധ ബൈബിളാണ്. പേർഷ്യൻ നാടുകളിൽ മറയപ്പെട്ട എണ്ണയെ കുറിച്ച് ബൈബിളാണ് പറഞ്ഞത്. ഒഴുകി വരുന്ന നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി ഗുപ്തമായ ഇലക്ട്രിസിറ്റി വെളിച്ചമാക്കി കൊണ്ടുവരുമെന്ന് ബൈബിളാണ് പറഞ്ഞത്. മാനവരാശിയെ പരസ്പരം തിരിച്ചറിയുവാൻ അവന്റെ കൈകളിൽ രേഖ വരച്ചെന്നും അതാണ് ഒറിജിനൽ റെക്കോർഡെന്ന് ബൈബിളാണ് പറഞ്ഞത്. ഭൂമിയുടെ പുറമേ മനോഹരതമെങ്കിലും അതിന്റെ ഉൾവശം വെന്ത് കത്തുകയാണെന്ന് പറഞ്ഞത് ഈ ബൈബിളാണ്. ഭൂമി പരന്നതല്ല, അത് വൃത്താകാരമാണെന്ന് മാനവരാശിയോട് പറഞ്ഞത് ബൈബിളാണ്. അതിലുപരിയായി സമുദ്രത്തിൽ അഗാധമായ സമ്പത്തുകൾ കിടപ്പുണ്ടെന്നും ഇസ്രായേൽ സ്വദേശത്ത് വരുമ്പോൾ അത് അവനിൽ വന്നു ചേരുമെന്നും ബൈബിളാണ് പറഞ്ഞത്. മനുഷ്യന്റെ പുരോഗതിയുടെ അറുതിയായി അവൻ ശരീരത്തിന്റെ അവയവങ്ങൾ തെരുവിൽ വിൽക്കുമെന്ന് ലോകമല്ല പറഞ്ഞത്, വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, മനുഷ്യവർഗത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ഏതൊരു ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ മനുഷ്യവർഗത്തിന് ഒരുപാട് നന്മകൾ നൽകി. അന്ധകാരത്തിന്റെ പിടിയിൽ കിടന്ന ആഫ്രിക്കയിൽ വെളിച്ചം പകർന്നത് ഈ ബൈബിളാണ്. ഒരു നീഗ്രോ വിശുദ്ധ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ അവന്റെ തലയ്ക്ക് തട്ടിയിട്ട്, എഴുന്നേറ്റ് പോകട, ഈ നൂറ്റാണ്ടിൽ നീ ഈ പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നവനോട് ചോദിച്ചു. ആ കറുത്ത വർഗക്കാരനായ നീഗ്രോ ഈ വെള്ളക്കാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സാറേ, ഈ വിശുദ്ധ ബൈബിൾ എന്റെ കയ്യിൽ എത്തിയില്ലായിരുന്നെങ്കിൽ സാറിന്റെ ചങ്കും കരളും കൂടെ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഒരു നരഭോജിയായിരുന്നു. മനുഷ്യവർഗത്തെ വേട്ടയാടി പിടിച്ച് അവന്റെ ചങ്കും കരളും തിന്ന് അതിൽ സന്തോഷിച്ച് നടന്ന ഞാൻ മനുഷ്യസ്നേഹിയായി തീർന്നത് വിശുദ്ധ ബൈബിളാണ്. മാനവരാശിയെ നിത്യതയുടെ വെളിച്ചം മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്റെ അനുഗ്രഹത്തിന്റെ രഹസ്യം പകർന്നു തന്നത്. ആകാശവും ഭൂമിയും മാറിയാലും ഈ മാറാത്ത തിരുവെഴുത്താണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ബൈബിൾ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ എല്ലാ തുറകളിലും അവനെ സ്വാധീനിക്കും. അവന്റെ ആത്മീയ മണ്ഡലത്തിൽ, അവന്റെ ശാരീരിക മണ്ഡലത്തിൽ, അവന്റെ ഭരണകൂടങ്ങളിലൊക്കെ ഈ ബൈബിളിന് പ്രാധാന്യമുണ്ട്. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികൾ ദയവായി ഒന്നുകൂടെ വായിച്ചാട്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ
വലിയ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ലോകത്തിൽ മേലാൽ എന്ത് സംഭവിക്കും, ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്. നാം വായിച്ചു കേട്ട വേദകം വിശുദ്ധ തിരുവെഴുത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. വേദപുസ്തകത്തെ നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, വിശുദ്ധ ബൈബിളിലെ ഒരു 4/3 ഭാഗവും പ്രവചന ഭാഗങ്ങളാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നതുമായ അനവധി പ്രവചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഏതാണ്ട് 1000 പ്രവചനങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആകയാൽ ഈ വിശുദ്ധ തിരുവെഴുത്തിനെ കുറിച്ച് നാം പഠിച്ചാൽ ഈ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ്. ഏതാണ്ട് AD 90-96 കാലയളവില് റോമിലെ ഭരണകർത്താക്കന്മാരിൽ ഏറ്റവും നീചനായ ഡൊമേഷ്യൻ ക്രൈസ്തവർക്ക് അതിശക്തമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അവൻ കൊന്നുമുടിച്ചു. യഹൂദന്മാരെ പ്രീതിപ്പെടുത്തി അവരുടെ സിംഹാസനം സുരക്ഷിതമാക്കേണ്ടതിന് അവൻ ക്രിസ്ത്യാനികൾക്കെതിരെ അതിശക്തമായ പീഡനങ്ങൾ ലോകത്തിൽ നടപ്പിലേക്ക് ആക്കി തീർത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവായ യേശുവിനെ അനുഗമിച്ച ശിക്ഷകണത്തില് ഏറ്റവും വയോധ്യനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. കർത്താവിനെ അനുഗമിക്കുന്ന ആളിൽ താൻ തികച്ചൊരു യൗവനക്കാരനായിരുന്നു. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ താൻ വളരെ വയോധ്യനായ മനുഷ്യനാണ്. കണ്ണുകൾ കുഴിഞ്ഞ് തലമുടി നാരികൾ നരച്ച് കൂനി വളഞ്ഞ ഒരു വയോധ്യനായ മനുഷ്യൻ. താൻ എഫെസോസിലെ ഒരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഡൊമേഷ്യൻ തന്നെ ഒരു രാജ്യദ്രോഹ കുറ്റവാളിയായി പിടിച്ച് തിളച്ച എണ്ണയിലിട്ട് കൊല്ലുവാൻ രാജകൽപ്പന കൊടുത്തു. റോമൻ പടയാളികൾ ഈ വയോധ്യനെ തിളച്ച എണ്ണയിൽ എറിഞ്ഞു. എന്നാൽ തിളച്ചു മറിയുന്ന എണ്ണയ്ക്ക് യോഹന്നാന്റെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും ക്ഷതം വരുത്താൻ കഴിയുന്നില്ലെന്ന് കണ്ട് ഡൊമേഷ്യൻ ഭയപ്പെട്ട് ഈ യോഹന്നാനെ ഡൊമേഷ്യൻ അവിടെ നിന്ന് ഈജിയൻ സമുദ്രമധ്യയുള്ള ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട വയോധ്യനായ യോഹന്നാൻ ഒരാഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിങ്കൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തെ ഉണർത്തി നൽകിയ ഒരു സ്വർഗീയ ദർശനമാണ് വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം. വേദപുസ്തക പണ്ഡിതന്മാർ ഇത് ക്രമീകരിക്കുമ്പോൾ ഏതാണ്ട് 22 അധ്യായങ്ങളും 404 വാക്യങ്ങളുമാണ് ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിന്റെ ഉള്ളിൽ നാം നോക്കുമ്പോൾ അതിപ്രധാനമായ 14 പ്രവചന വിഷയങ്ങളും അതിലുപരിയായി അതിനോടനുബന്ധിച്ച് യോഹന്നാന് ദൈവം നൽകിയ 50 ദർശനങ്ങൾ നമുക്ക് കാണാം. വളരെ ആഴമേറിയ ഈ വിഷയം ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് ചിന്തിച്ചു തീർക്കുവാൻ സാധ്യമല്ല. പ്രധാനപ്പെട്ട 14 വിഷയങ്ങളും അതിനെ ഉൾക്കൊള്ളിച്ച് നിൽക്കുന്ന 50ഓളം പ്രവചനങ്ങളുമാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാന് ദൈവം നൽകിയിരിക്കുന്നത്. ഇതിന് സമാന്തരമായ മറ്റൊരു പുസ്തകമുണ്ട്. അത് പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. BC 6-ാം ശതകത്തോടനുബന്ധിച്ച് ബാബിലോണിലേക്ക് പ്രവാസിയായി പോയ യഹൂദ ബാലനായ ദാനിയേലിന് ദൈവം നൽകുന്ന ദർശനത്തിന്റെ ശേഷിപ്പാണ് 600-ൽ പരം വർഷത്തിന് ശേഷം യോഹന്നാന് ലഭിക്കുന്നത്. ദാനിയേൽ എവിടെ പറഞ്ഞു നിർത്തിയോ തുടർന്നുള്ള ശേഷിപ്പായിട്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകവുമാണ് വിശുദ്ധ ബൈബിളിലെ രാഷ്ട്രീയ പ്രവചനങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ പഴയ നിയമത്തില് ഏതാണ്ട് 16 ബുക്കുകൾ 16 പുസ്തകങ്ങൾ പ്രവചന പുസ്തകമാണ്. യെശയ്യാ പ്രവാചകൻ തുടങ്ങി മലാഖി വരെയുള്ള ആ പുസ്തകങ്ങളെല്ലാം പ്രവാചകന്മാരുടെ പ്രവചന പുസ്തകമാണ്. ആ പ്രവചന വിഷയങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രവചനങ്ങളെ നമുക്ക് അതിപ്രധാനമായി 4 ഭാഗമായി തിരിച്ചു പഠിക്കാം. എല്ലാം ആഴമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. അതിൽ ചുരുങ്ങിയ രീതിയിൽ നാം പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളില് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രവചന വിഷയത്തെ നമുക്ക് അതിപ്രധാനമായ 4 വിഷയങ്ങളായി തിരിച്ചു പഠിക്കാം. അതിൽ ഒന്നാമത്തെ പ്രവചനം എന്ന് പറയുന്നത് കർത്താവായ യേശുവിനെയും അവന്റെ
പരിശുദ്ധ നനത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ കുറിച്ചുള്ള പ്രവചനമാണ്. പ്രവചനത്തിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് യഹൂദ ജാതിയും അവന്റെ രാജ്യമായ ഇസ്രായേലും എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രവചനത്തിന്റെ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് ഇതര ജാതികളും അവരുടെ രാജ്യവും എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രവചനത്തിന്റെ നാലാമത്തെ വശം എന്ന് പറയുന്നത് ഈ മനോഹരമായ പ്രപഞ്ചത്തെ കുറിച്ചും മനുഷ്യൻ വസിക്കുന്ന ഭൂമിയെ കുറിച്ചുമാണ്. ഇങ്ങനെ വിശുദ്ധ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 1000 പ്രവചനത്തെ നമുക്ക് 4 ഭാഗമായി തിരിച്ചു പഠിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ചിന്തിക്കേണ്ട ചിന്താ വിഷയം ഭാവിയിൽ എന്ത് സംഭവിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ബൈബിളിനെ കേന്ദ്രീകരിച്ചാണല്ലോ ഇവിടെ മനോഹരമായ ഒരു ചാർട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ അനേക രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട്. ശ്രോതാക്കൾ ചിന്തിച്ചേക്കാം, ഇവർക്കെല്ലാം എന്താണ് ഈ ബൈബിളുമായി ബന്ധം? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം അനുവദിച്ചാൽ തുടർന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാം. ഇന്ന് രാത്രിയിൽ ഭാവിയിൽ സംഭവിക്കാനുള്ള സംഭവ വിഷയം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മശിഹായുടെ മടങ്ങിവരവെന്നാണ്. നമ്മുടെ മശിഹാ തമ്പുരാൻ മടങ്ങി വരും. ക്രൈസ്തവരുടെ അടിസ്ഥാന പ്രത്യാശ മശിഹായുടെ മടങ്ങിവരവാണ്. എപ്പോൾ, എങ്ങനെ, എന്തിന് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. യേശു വരും, യേശു വരും എന്നുള്ള ശബ്ദം ഭൂമിയിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2000-ഓളം വർഷമായി. 1-ാം നൂറ്റാണ്ട് തുടങ്ങി ജീവിച്ച ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിലെ ഏറ്റവും വലുത് മശിഹായുടെ മടങ്ങിവരവ് എന്നുള്ളതായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സ്ലീഹന്മാരൊക്കെയും അവരുടെ പ്രഭാഷണ വേളയിൽ, അവരുടെ പ്രസംഗ സാഹചര്യങ്ങളിൽ, അവരുടെ എഴുത്തുകളിലൊക്കെയും മശിഹായുടെ വരവിന് വലിയ പ്രാധാന്യം കൊടുത്തു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൽ മനുഷ്യൻ കേട്ട ശബ്ദവും യേശുവിന്റെ മടങ്ങിവരവ് എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവ് ഭാവിയിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് ബൈബിൾ പറയുന്ന ഒന്നാമത്തെ മറുപടി മശിഹാ തമ്പുരാൻ മടങ്ങി വരും. തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു മടങ്ങി വരുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. രക്ഷാ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അരുമനാഥൻ അന്തിമ അത്താഴത്തിന് ശേഷം തന്നെ അനുഗമിച്ച ശിക്ഷകണങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കിയ ശേഷം നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുവാൻ വീണ്ടും ഞാൻ മടങ്ങി വരും. 2000 വർഷങ്ങളോളമായി ആ മശിഹായുടെ മാറ്റപ്പെടാത്ത വചനം തന്നെ പിൻഗമിച്ച ഭക്തന്മാർ ഇപ്പോൾ പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചാട്ട യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഗോൽഗോത്തായിലേക്ക് ഊശിച്ചു വന്നു പോകുന്നതിന് അതിന് തൊട്ടു മുൻപായി തന്നെ അനുഗമിച്ച ശിക്ഷകണത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, എന്റെ പിതാവിലും വിശ്വസിക്കണം. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയ ശേഷം വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുവാൻ ഞാൻ മടങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ
നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ സ്വർഗാരോഹണ വേളയിൽ അവൻ കരങ്ങൾ ഉയർത്തി സുവിശേഷത്തിന്റെ ദൗത്യം സകല ജാതികളോടും പ്രസംഗിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ശേഷം അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യഗണങ്ങൾ കർത്താവായ യേശുവിന്റെ സ്വർഗാരോഹണം നോക്കി നിന്നു. തങ്ങളുടെ അരുമനാഥന്റെ മുറിവേറ്റ കാൽപാദമാണ് അവർ അവസാനം കണ്ടത്. അവർ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ രണ്ട് ദൂതന്മാർ വന്നു പറയുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ ദൂതന്മാർ പറയുകയാണ്, 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. താഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തന്റെ അരുമ ശിക്ഷകണങ്ങളോട് പറഞ്ഞു, ഞാൻ പോയി പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങൾക്കൊരു വാസസ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ വീണ്ടും മടങ്ങി വരാം. മശിഹായുടെ സ്വർഗാരോഹണം കണ്ട് വ്യാകുലപ്പെട്ട മനസ്സോട് നിൽക്കുന്ന ശിക്ഷകണത്തോട് സ്വർഗീയ ദൂതന്മാർ പറയുന്നു, ഗലീല പുരുഷന്മാരെ, അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിൽക്കാലത്ത് സകല സ്ത്രീയന്മാരും അവരുടെ പ്രസംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യേശുവിന്റെ മടങ്ങി വരവാണ്. വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ ആത്മാവ് സഭയോട് പറഞ്ഞു, യേശു വേഗം വരുമെന്ന് വായിച്ചാട്ട്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വരുമെന്ന്. ദൂതന്മാർ പറഞ്ഞു, അവൻ പോയതുപോലെ വരുമെന്ന്. സ്ത്രീകന്മാർ പറഞ്ഞു, അവൻ പോയതുപോലെ വരുമെന്ന്. ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറഞ്ഞു, അവൻ എത്രയും വേഗം മടങ്ങി വരുമെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിൾ നാം പഠിച്ചാൽ അടുത്തതായി ലോകത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്റെ വരവ് എപ്പോഴായിരിക്കും? വ്യാകുലപ്പെട്ട മനസ്സോടെ ചോദിക്കുന്ന ശിക്ഷകണങ്ങളോട് മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ മശിഹാ തിരുവായി മൊഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവായ യേശു തന്റെ മടങ്ങി വരവിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു. ശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ മശിഹായുടെ മടങ്ങി വരവിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പിതാവ് അനുവദിക്കണം. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, അതെന്നായിരിക്കും, എപ്പോഴായിരിക്കും? അപ്പോൾ യേശു പറഞ്ഞു, എന്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാർ പോലും ആ നാളും നാഴികയും അറിഞ്ഞിട്ടില്ല. ഡേ ആൻഡ് ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ദിവസവും ആ സമയവും എന്റെ പിതാവ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പിതാവ് അനുവദിച്ചാൽ അപ്പോൾ ഞാൻ വരും. രണ്ടാമത്തെ, യേശു വരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ നിത്യതയിലെ നിവാസത്തിന്റെ വേല തീരുമ്പോൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടല്ലോ, എന്നാണ് പറയുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തില് അനേക വാസസ്ഥലമുണ്ട്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ വീണ്ടും മടങ്ങി വരാം. 102-ാം സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ഇനി മൂന്നാമതായി മശിഹാ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, ലോകത്തിന്റെ ആരംഭം തുടങ്ങി തന്റെ വിശുദ്ധ പ്രവാചകന്മാർ ആത്മാവിൽ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ നിവൃത്തിയാകുമ്പോൾ അവൻ മടങ്ങി വരും. വായിച്ചാൽ ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
യേശു എപ്പോൾ വരും? മശിഹ മടങ്ങി വരുമെന്ന് മശിഹ തിരുവായി മൊഴിഞ്ഞു. തന്നെ അനുഗമിച്ച അപ്പോസ്തലന്മാർ അതിശക്തിയോടെ പ്രസംഗിച്ചു. ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ കണ്ട കർത്താവ് കണ്ടതുപോലെ മടങ്ങി വരും. ആത്മാവ് സഭയോട് പറഞ്ഞു, അവൻ എത്രയും വേഗം വരും. എപ്പോഴാണ് വരുന്നത്? ബൈബിൾ പറയുന്നു, ഒന്ന്, ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ എല്ലാം നിറവേറണം. രണ്ട്, നീതിയുള്ള പിതാവ് അനുവദിക്കണം. മൂന്ന്, നിത്യതയിലെ വാസസ്ഥലത്തിന്റെ പണി തീരണം. അപ്പോൾ അവൻ വരും. മശിഹായുടെ ആഗമനത്തെ കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ ആഗമനത്തെ ഇങ്ങനെയാണ് പറഞ്ഞത്: സിയോൻ പുത്രിയേ, യെരൂശലേം പുത്രിയേ, ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലിയും പ്രതിഫലവുമായി അവൻ വരുന്നു എന്നാണ് പ്രവാചകൻ പ്രവചിച്ചത്. മറ്റൊരു പ്രവാചകൻ പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ സമുദ്രത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ സകല ജാതികളെ ഇളക്കും. അപ്പോൾ സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെട്ടു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവാചകന്മാർ ദൂരത്ത് നിന്നത് കണ്ടിരുന്നു. യേശു മടങ്ങി വരും. വാസസ്ഥലം ഒരുക്കിയ ശേഷം അവൻ മടങ്ങി വരും. പിതാവ് അനുവദിക്കുമ്പോൾ അവൻ മടങ്ങി വരും. പ്രവചനം നിവർത്തിക്കപ്പെടുമ്പോൾ അവൻ മടങ്ങി വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ കാലഘട്ടത്തില് നമുക്ക് അതിശക്തിയോടെ, ഈ അന്ത്യനാളുകളിൽ നമുക്ക് അതിശക്തിയോടെ ഏറ്റുപറയാം, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തുപോയി. കാരണം എന്താ? വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്ന 99% പ്രവചനവും ഈ തലമുറയിൽ നിറവേറിക്കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞ 100 വർഷത്തിന്റെ ചരിത്രം പിന്നിലേക്ക് പോയി പഠിച്ചാൽ വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുള്ള, പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള, വാഴ്ത്തപ്പെട്ട മശിഹ തിരുവായി മൊഴിഞ്ഞിട്ടുള്ള പ്രവചനങ്ങളുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിൾ പ്രവചനത്തെ നാം 4 ഭാഗമായി തിരിച്ചു പഠിച്ചു. അതിലൊന്ന് ഈ സഭയെ കുറിച്ചുള്ള പ്രവചനമാണ്. പ്രവാചകനായ യോവേൽ ഇങ്ങനെ പ്രവചിച്ചു: അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും നൽകും. യൗവനക്കാരുടെ മേലും, വയോധ്യന്റെ മേലും, ബാലന്റെ മേലും, ദാസന്റെ മേലും, യജമാനന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരും. ഇന്ന് ലോകത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയ സമൂഹം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. അതിൽ ഭാഷ വ്യത്യാസമില്ല, സമുദായ വ്യത്യാസമില്ല. ഒരു കാലത്ത് പെന്തിക്കോസ്തുകാർ മാത്രം അംഗീകരിച്ചിരുന്ന പരിശുദ്ധാത്മാവും അന്യഭാഷയും ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനയുടെ ഒരു പ്രധാന ഘടകമായി മാറി. രഹസ്യം എന്താ? യോവേലിന്റെ പ്രവചനമാണ്. അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും നൽകും. പെന്തിക്കോസ്താലിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചാരംഭിച്ച ആ പ്രവചനത്തിന്റെ നിവൃത്തിയുടെ അവസാന നിമിഷത്തിലേക്കാണ് ക്രൈസ്തവരെ നാം വന്നെത്തിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പ്രവചന ഭാഗത്തേക്ക് വന്നാൽ അത് യഹൂദനെ കുറിച്ചുള്ള പ്രവചനമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ യഹൂദനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഘടികാരമായിട്ടാണ് യഹൂദൻ നിലനിൽക്കുന്നത്. ഏതാണ്ട് കേരളത്തിന്റെ പകുതി ഭാഗം വരും. തിരുവനന്തപുരം ജില്ല തുടങ്ങി ആലപ്പുഴ ജില്ല വരെ ഉൾക്കൊള്ളുന്ന വലിപ്പം മാത്രമേ ഈ രാജ്യത്തിനുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതാണ്ട് 2300ഓളം വർഷം ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന യഹൂദൻ സ്വദേശത്തേക്ക് വന്നു. ലോകത്തിൽ ഇന്നൊരു വലിയ അത്ഭുതമാണ്. അവൻ ലോകത്തിന്റെ ഘടികാരമാണ്. അവനെ നോക്കിയാണ് വൻ രാഷ്ട്രങ്ങൾ പലതിനും മുൻതൂക്കം നൽകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകം അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇസ്രായേൽ എന്ന ജാതിയെ കുറിച്ച് പഠിച്ചാൽ ഇത് ഒരുവന്റെ പേരായി. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന് ദൂതൻ കൊടുത്ത പേരാൽ അവന്റെ യാത്ര മധ്യേ അവനൊരു രാത്രിയിൽ
ഒരു ദൂതനെ കണ്ടെത്തി. ദൂതനുമായി ഉഗ്ര മൽപ്പിടുത്തമുണ്ടായി. അനന്തരം ദൂതൻ അവനൊരു പുതിയ പേര് കൊടുത്തു. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. അന്ന് ആ പേര് ഒരു വ്യക്തിക്ക് ലഭിച്ചതാണ്. എന്നാൽ പിൽക്കാലത്ത് അജപാലകരായ ഇസ്രായേൽ ആഹാരം തേടി ഈജിപ്തിൽ ചെന്നപ്പോൾ ഒരു വലിയ ജാതിയായി തീരുകയും പിന്നീട് ആ പേര് ഒരു ജാതിയുടെ പേരായി. എന്നാൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഇതൊരുവന്റെ പേരല്ല, ഒരു ജാതിയുടെ പേരല്ല, ലോകത്തിൽ എണ്ണപ്പെട്ട രാജ്യങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ ഒരു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ. ഇതൊന്നാമതൊരു വ്യക്തിയുടേതായിരുന്നു, രണ്ടാമതൊരു ജാതിയുടേതായിരുന്നു. എന്നാൽ ഇന്ന് അത് ലോകത്തിലെ പ്രശസ്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്ന രാജ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട വർഗം അല്ലെങ്കിൽ വംശം ഇവരാണ്. ദൈവത്താൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെട്ടവരും ഇവർ തന്നെയാണ്. ദൈവം ഇവരെ തെരഞ്ഞെടുത്തു. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഇവർക്ക് ചില വാഗ്ദത്തങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ യഹൂദനെ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇസ്രായേലിലെ സകല ജാതികളിലും വെച്ച ഞാൻ നിന്നെ വിശുദ്ധ ജനമായി തെരഞ്ഞെടുത്തു. എല്ലാം വായിപ്പാൻ നമുക്ക് സമയം പോരാ. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 53-ാം വാക്യത്തിൽ ലോകത്തിലെ സകല ജനങ്ങളിൽ വെച്ച് അവരെ വിശുദ്ധരായി ദൈവം തെരഞ്ഞെടുത്തു. ഇങ്ങനെ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവരും ആയതുപോലെ ദൈവത്താൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെട്ടവരും ഇവരാണ്. ഒരു ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രവും എണ്ണാമോ? അബ്രഹാം കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല കർത്താവേ, അതൊരിക്കലും സാധ്യമല്ല. അതിവിശാലമായി അതിരുകളില്ലാതെ കിടക്കുന്ന ഈ ആകാശത്തിലെ നക്ഷത്രം എണ്ണുവാൻ എനിക്ക് സാധ്യമല്ല. ദൈവം ഉടനെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. വയോധ്യനായ അബ്രഹാമിന് മനസ്സിലായി തന്റെ വംശത്തിൽ നക്ഷത്രങ്ങൾക്ക് തുല്യരാ ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. ഇതാരാണെന്നറിയാമോ? ദാനിയേൽ പറഞ്ഞു, അനേകരെ നീതിയിലേക്ക് നടത്തുന്നവർ ആകാശമണ്ഡലത്തിലെ നക്ഷത്രം പോലെയായിരിക്കും. നമ്മുടെ കർത്താവായ യേശു ഒരിക്കൽ പറഞ്ഞു, അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ആകയാൽ നീതിയുള്ള കൃപായുഗ വിശുദ്ധന്മാർ അബ്രഹാമിന്റെ സന്തതികളിൽ നക്ഷത്രത്തെ പോലെയുള്ളവരാണ്. പിന്നീട് ഒരു ദിവസം ദൈവം അബ്രഹാമിനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കടൽ തീരത്തോടെ വയോധിരിങ്ങനെ നടക്കുകയാണ്. ദൈവം പെട്ടെന്ന് ചോദിച്ചു, അബ്രഹാമേ, ഈ കടൽ തീരത്തെ മണ്ണെണ്ണാമോ? അബ്രഹാം കൈവളർത്തി പറഞ്ഞു, സാധ്യമല്ല കർത്താവേ, കടൽ തീരത്തെ മണ്ണെണ്ണാൻ സാധ്യമല്ല. അപ്പോൾ യഹോവ പറഞ്ഞു, അബ്രഹാമേ, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. കടൽ തീരത്തെ മണ്ണ് പോലെ. പ്രത്യേകത എന്നറിയാമോ? ആ മണലിന്റെ പ്രത്യേകത തിരമാല കയറിയും ഇറങ്ങിയും കയറി ഇറങ്ങിയും എപ്പോഴും നല്ല ക്ലീനായി കിടക്കുകയാണ്. ഇതാരാണെന്നറിയാമോ? ദൈവത്തിന്റെ അനുഗ്രഹത്താലും ദൈവത്തിന്റെ ശിക്ഷയാലും ശുദ്ധീകരണം പ്രാപിച്ച ഇസ്രായേലാണ്. ലോകത്തിൽ ഏറ്റവും അധികം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ ഇവനാണ്. ലോകത്തിൽ ഏറ്റവും അധികം ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ട ജാതി ഈ ഇസ്രായേലിനാണ്. മൂന്നാമതെന്ത് പറഞ്ഞെന്നറിയാമോ? ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാം, നിനക്ക് ഭൂമിയിലെ മണ്ണൊന്ന് എണ്ണാമോന്ന്? അപ്പൊ അബ്രഹാം പറഞ്ഞു, സാധ്യമല്ല. അബ്രഹാമേ, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. അതായിരുന്നു പേർഷ്യൻ നാടുകളിൽ പടർന്നു കിടക്കുന്ന അറബി ജാതികൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ഭൂമിയിലെ പൊടി പോലെയും ദൈവം അബ്രഹാമിന് സന്തതിയെ കൊടുത്തു. അതിലെ കടൽക്കരയിലെ മണ്ണാണ് ഈ ഇസ്രായേൽ ജാതി എന്ന് പറയുന്നവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവർ വളരെ പ്രശസ്തരായിരുന്നു. വേദപുസ്തകം ഭക്തരെണ്ണിയിരിക്കുന്ന മഹാനായ ദാവീദും മഹാനായ സോളമനും അവർക്ക് മുൻപേ ഉണ്ടായിരുന്ന ശൗൽ എന്ന പരാക്രമിയായ രാജാവും ചേർന്ന് ഇസ്രായേൽ ഒരു വലിയ രാജ്യമായി കെട്ടിപ്പണിതുണ്ടാക്കി. 430 മൈൽ ചുറ്റളവിൽ കിടക്കുന്ന അതിവിസ്തൃതമായ പുരാതന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇസ്രായേൽ. എന്നാൽ കാലാന്തരത്തിൽ അവർ ദൈവകൃപയ്ക്ക് അന്യപ്പെട്ടുപോയി. കർത്താവായ യേശു കാലസമ്പൂർണ്ണതയിൽ താൻ ലോകത്തിലേക്ക് വന്നു. യോഹന്നാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ സ്വന്തമായി ഇതിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. ആകയാൽ അവർ അവനെ തള്ളിക്കളഞ്ഞു.
അവൻ മരണശിക്ഷയ്ക്ക് അവനെ വിധിച്ചു. മശിഹാ തമ്പുരാനെ ക്രൂശിക്കുന്ന കാലഘട്ടത്തിൽ റോമന്റെ കോളനിയായിട്ടാണ് ഇസ്രായേൽ ജാതി കിടക്കുന്നത്. അതിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യഹൂദന് അവന്റെ രാജ്യം നഷ്ടപ്പെട്ടു പോയി. BC 6-ാം ശതകത്തില് ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിച്ച് അവരുടെ പ്രശസ്ത രാജാവായ ശലോമോൻ പണി കഴിപ്പിച്ച ആലയം തീയിട്ട് ചുട്ടുകളയുകയും രാജാക്കന്മാരുടെ അരമന നശിപ്പിക്കുകയും ചെയ്ത ശേഷം ഇതാ അത് ബാബിലോണിന്റെ ഒരു കോളനിയാക്കി തീർക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബാബിലോണിയർ അവിടെ 84 വർഷത്തോളം വാണിരുന്നു. അവരുടെ അധപതനത്തിന് ശേഷം മേദ്യ പാർസ്യ എന്ന സാമ്രാജ്യം 200 വർഷം ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തി. അവരുടെ അധപതനത്തിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം 13 വർഷം ഇസ്രായേലിന് കോളനി വാഴ്ച നടത്തി. അതിനുശേഷം റോമാക്കാർ ദീർഘമായ 700ഓളം വർഷം AD BC എന്ന 2 കാലഘട്ടങ്ങളിലായി ഇസ്രായേലിൽ അവരുടെ കോളനി വാഴ്ച നടത്തി. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായെ ക്രൂശിക്കുമ്പോൾ റോമാക്കാരുടെ കോളനിയായിരുന്നു ഇസ്രായേൽ എന്ന മഹത്തേറിയ രാജ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷകനെ ക്രൂശിക്കുമ്പോൾ അവരുടെ ശിക്ഷയുടെ വാതിലുകൾ തുറക്കപ്പെടുകയായിരുന്നു. ഗ്രീക്കുകാരനായ പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ച് അവനിൽ യാതൊരു തെറ്റുമില്ല എന്ന് കണ്ടിട്ട് നീതിമാനെന്നറിഞ്ഞ പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ തുനിഞ്ഞു. ഇസ്രായേൽ അംഗീകരിച്ചില്ല. ഇസ്രായേൽ ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്കണം. പീലാത്തോസ് പെട്ടെന്ന് വെള്ളമെടുത്ത് കൈകഴുകി, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞു. പീലാത്തോസ്, ഗ്രീക്കുകാരനായ പീലാത്തോസ് നീതിയുള്ള മശിഹായുടെ രക്തത്തിൽ പങ്കില്ലെന്ന് ഏറ്റുപറയുമ്പോൾ യഹൂദന്മാർ അലറി വിളിച്ചു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. ആ ശിക്ഷ ഏറ്റുവാങ്ങി മശിഹായുടെ മരണാനന്തരം ഏതാണ്ട് AD 60ഓടുകൂടി റോമൻ കൈസർ അവരുടെ പട്ടണം നിരോധിച്ചു. 10 വർഷം രാജ്യത്ത് മഴയില്ലാതെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ചുരുളുകൾ അവിടെ അഴിഞ്ഞു. ഭയങ്കരമായ പീഡയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തില് മോശ ഇസ്രായേലിനോട് പറയുന്ന കഠിനമേറിയ ശാപവാക്കുകൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വന്നു. പ്രഭാതമാകുമ്പോൾ സന്ധ്യയായാൽ മതിയെന്നും സന്ധ്യയായാൽ പ്രഭാതമായാൽ മതിയെന്നും നീ ചിന്തിക്കും. സകല വ്യാധികളും വേദനകളും നിനക്ക് വരും. ഞെരുക്കത്തോടും വേദനയോടും നീ ശത്രുവിനെ സേവിക്കും. എല്ലാറ്റിനുപരി നിന്റെ സ്വന്തം ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന ശിശുക്കളെ നീ ചുട്ടു തിന്നും. സംഭവം അതുപോലെ നടന്നു. സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണം വായിച്ചു കൽപ്പിച്ച ശേഷം മോശ ഇസ്രായേലോട് പറഞ്ഞു, ഇസ്രായേലേ, നീ ദൈവത്തിന്റെ വാക്ക് ലംഘിച്ച് നീ സ്വന്തം വഴിയിൽ പോയാൽ ഈ ശിക്ഷാവിധി നിനക്ക് വരും. അത് അതുപോലെ സംഭവിച്ചു. AD 70 റോമൻ കൈസറായ തീത്തോസ് യെരുശലേമിനെ വീണ്ടും ആക്രമിച്ചു. അവന്റെ മനോഹരമായ ദേവാലയം മശിഹാ തമ്പുരാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഭൂമിയിൽ നിലനിന്നിരുന്ന മഹത്തേറിയ ദേവാലയം ആ റോമൻ കൈസർ ഇടിച്ചു നിരത്തി. വീണ്ടും AD 130 യഹൂദനെ അവന്റെ രാജ്യത്ത് നാട്ടിപ്പായിച്ചു. സ്വദേശം നഷ്ടപ്പെട്ടവനായ യഹൂദൻ ഭൂമിയിൽ ഉഴന്നലഞ്ഞു നടന്നു. ഒരു തെരുവുനായുടെ വില പോലും യഹൂദൻ ഉണ്ടായിരുന്നില്ല. ശാപയോഗ്യനായ യഹൂദൻ ചെന്നിടത്തെല്ലാം അവനെ ഉപദ്രവിച്ചു. ഇന്ത്യയിൽ വന്നവർക്ക് മാത്രമേ ഉള്ളൂ വലിയ ദോഷങ്ങളൊന്നും വരാത്തത്. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും കുടിയേറിയ യഹൂദന്മാരെ കർണകൂടാതെ കൊന്നു. 1945 നാസി പട്ടാളക്കാർ ഹിറ്റ്ലറുടെ കൽപ്പന പ്രകാരം 65 ലക്ഷം യഹൂദനെയാണ് കർണകൂടാതെ കൊന്നുകളഞ്ഞത്. ഇന്ന് മൊത്തം യഹൂദനെ ഏതാണ്ട് 60-65 ലക്ഷമേ ഉള്ളൂ. ജർമ്മനിയിൽ ഹിറ്റ്ലർ അവരെ കൊന്നുമുടിച്ചു. അവരെവിടെല്ലാം ചെന്ന് കയറിയോ അവിടെ എല്ലാം നിത്യശാപമായിരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 68-69 വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഇസ്രായേലേ, നീ ദൈവത്തിന്റെ പ്രമാണം വിട്ടുപോയാൽ നിന്നെ അവർ പിടിച്ചു കെട്ടി അടിമയാക്കി നിന്നെ കപ്പൽ തുറമുഖങ്ങളിൽ വിൽപ്പാൻ നിർത്തും. സംഭവം അതുപോലെ നടന്നു. യഹൂദൻ മറ്റുള്ളവർക്ക് നിന്നാപാത്രമായി 80,000-ഓളം യഹൂദ സ്ത്രീ പുരുഷന്മാരെ യൗവനക്കാരെ കൊണ്ടുപോയി മൈക്സിലോണിയയിലെ രാജാവായ ഫിലിപ്പ് അവന്റെ മകനായ അലക്സാണ്ടർ അകാല മരണം സംഭവിച്ചതുകൊണ്ട് അവന്റെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച
മാക്സിഡോണിയയിലെ ഒരു കപ്പൽ തുറമുഖത്ത് കൊണ്ടുപോയി യഹൂദനെ കെട്ടി വ്യാപാരത്തെ അല്ലെങ്കിൽ മാടിനെ വ്യാപാരത്തിൽ നിർത്തിയിരിക്കുമ്പോൾ യഹൂദനെ നിർത്തി. യാദൃശ്യമല്ല, ആവർത്തന പുസ്തകം 28 അത് പറഞ്ഞു. മോശ ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേലേ, നീ ദൈവത്തിന്റെ വാക്ക് ലംഘിച്ചാൽ നിന്റെ കൈകൾ കെട്ടി വിൽപ്പാൻ നിർത്തും. പക്ഷേ എന്റെ ദാസനായ അബ്രഹാമിനോടുള്ള നിയമം ഹേതുവായി ആരും നിന്നെ വിലയ്ക്ക് വാങ്ങിയല്ല. ഒന്ന് വായിച്ചാട്ട് ആവർത്തനം 28 67 68. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. അടുത്തത്, അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽപ്പാൻ നിർത്തും. അടുത്തത്, എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതെല്ലാം ലോക ചരിത്രത്തിൽ സാക്ഷ്യമായി തീർന്നു. മെസ്സിഹായെ ക്രൂശിക്കുമ്പോൾ അവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു മാറുന്ന പീലാത്തോസിന്റെ മുൻപിൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ എന്നാൽ വിളിച്ച ഇസ്രായേൽ പരിശുദ്ധകൾ പിൽക്കാലത്ത് കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അവനെ വാരി സകല ജാതികൾക്കിടയിലും വിതറും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ലോകത്തിലെല്ലാവർ ദുരിതം അനുഭവിച്ചു. ഇംഗ്ലണ്ട് രാജാവായ എഡ്വിൻ ഒരിക്കൽ യഹൂദനെ വലിച്ചു കയറ്റിയ ഒരു കപ്പൽ സമുദ്രമധ്യേ കൊണ്ടുവന്ന് കപ്പലിന്റെ നടു പൊളിച്ച് ആഴത്തിൽ മുക്കിക്കളഞ്ഞു. മാത്രമല്ല, മശിഹാ തമ്പുരാനെ ക്രൂശിച്ച യഹൂദൻ ചവിട്ടുന്ന ഭൂമി ശപിക്കപ്പെടുമെന്നുള്ള അന്നത്തെ ഒരു മതനേതാവിന്റെ അറിയിപ്പ് മുഖാന്തരം കരുണ കൂടാതെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും യഹൂദാജാതിയെ കൊന്നുമുടിച്ചു. അവനെ വിൽപ്പാൻ നിർത്തി. നമ്മുടെ കൊച്ചി പട്ടണത്തിൽ വന്നുകൂടി. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും യഹൂദന്മാരുണ്ടായി. ഇപ്പോൾ നാം ഫോർട്ട് കൊച്ചിയിൽ പോയാൽ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പറവൂർ ഈ സ്ഥലങ്ങളിലൊക്കെയും യഹൂദന്മാരുടെ പല കാര്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. അവരുടെ ദേവാലയങ്ങൾ, അവരുടെ ശവകുടീരങ്ങൾ, അവരുടെ മാർക്കറ്റുകളൊക്കെയും ഇപ്പോൾ നമുക്ക് മട്ടാഞ്ചേരിയിൽ കാണാം. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, ഒരു സാധുവായ യഹൂദൻ, അവന് ജോലി മുട്ടക്കച്ചവടമാണ്. ആ മുട്ടക്കച്ചവടം കഴിഞ്ഞ് ബാക്കി മുട്ടയുമായി വൈകിട്ട് വീട്ടിലോട്ട് വരിക. രണ്ട് കത്തോലിക്കൻ ക്രിസ്ത്യാനി അവൻ കള്ളടിച്ചു പൂസായി റോഡിൽ വരിക. അപ്പൊ ഒരുത്തനോട് പറഞ്ഞടാ, ഇവന്റെ ഒക്കെ വല്യപ്പൻ കൂടിയാടാ നമ്മുടെ ഈശോയെ ക്രൂശിച്ചത്. എന്തിനു പറയണ്ടു? രണ്ടുപേരും ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. ഇവന്മാരൊക്കെ കൂടിയാടാ നമ്മുടെ ഈശോയെ ക്രൂശിച്ചത്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റവൻ ആ സാധുവായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മുട്ട വാങ്ങി കൊട്ടയോടെ തറയിലടിച്ചു. 4 അടി അടിച്ച് ഒഴുകുന്ന കായലിൽ വലിച്ചെറിഞ്ഞു. ശവം പിന്നെ പുറംകടലിലാണ് കണ്ടത്. എന്തൊരത്ഭുതം! ഇതൊരു യാദൃശ്യമല്ല പ്രിയമുള്ളവരെ. ഇന്നേക്ക് 3500 വർഷം മുൻപ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഭാഷമുഖാന്തരം വിടുവിച്ച് ചെങ്കടൽ കിടത്തി സീനായിൽ വരുമ്പോൾ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ഇസ്രായേലേ, നീ സകല ജാതികളിലും വെച്ച് നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. എന്നാൽ നീ എന്റെ വാക്ക് ലംഘിച്ചാൽ ഭൂമിയിൽ നിന്നെ പോലെ ശപിക്കപ്പെട്ടവൻ വേറെ ഉണ്ടായിരിക്കത്തില്ല. യഹൂദൻ ശരിക്ക് അനുഭവിച്ചു. കരുണ കൂടാതെ പുറം ജാതികൾ അവനെ കൊന്നുമുടിച്ചു. നമ്മുടെ ഇന്ത്യയിൽ അധികം പേരില്ല. ഏറിയ ഭാഗവും അവരവരുടെ സ്വദേശങ്ങളിലേക്ക് പോയി. ഇന്ന് അവരവരുടെ രാജ്യത്ത് നല്ലൊരു സമൂഹമായി വന്നു ചേർന്നിരിക്കുകയാണ്. ചെതറിക്കിടക്കുന്ന യഹൂദന്മാരെല്ലാം അവരുടെ സ്വദേശത്തേക്ക് വന്നു ചേരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 2 പ്രധാന കാര്യം എഴുതി. ഒന്ന്, യഹൂദന്റെ ഭ്രംശം ജാതികളുടെ രക്ഷയ്ക്ക് നിരപ്പിന് ഹേതുവായി എങ്കിൽ യഹൂദന്റെ അംഗീകരണം മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് നല്ലാതെ മറ്റെന്തിനായിരിക്കും? യഹൂദൻ ചെതറിപ്പോയതുകൊണ്ട് രക്ഷ ജാതികൾക്ക് കിട്ടിയെങ്കിൽ യഹൂദൻ അംഗീകരിക്കപ്പെടുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനം അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളണം.
വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, നിന്റെ വരവിന് എന്തടയാളം? രക്ഷകൻ പറഞ്ഞു, നിങ്ങൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കണം. അത് വീണ്ടും തളിർത്ത് അതിങ്ങനെ പൂക്കും. അപ്പോൾ വേനൽ അടുത്തി എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ആരാ ഈ അത്തി? ഇതാണ് യഹൂദൻ. യഹൂദനെ കുറിച്ച് നമ്മൾ ബൈബിൾ പഠിച്ചാൽ വളരെ അധികം പ്രാവശ്യം യഹൂദനെ കുറിച്ച് പ്രവചനമുണ്ട്. മശിഹാ തമ്പുരാന്റെ മടങ്ങി വരവിന് മുന്നോടിയായി യഹൂദൻ സ്വദേശത്തേക്ക് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷകനെ ക്രൂശിച്ചു. അവൻ ക്രൂശിച്ചു വന്ന് ഗോൽഗോത്തായിൽ മരിച്ചു. അധികം വൈകും മുമ്പ് ദൈവത്തിന്റെ ന്യായവിധി ഇസ്രായേലിൽ വന്നു. കഠിനമായ പീഡയുടെ അനന്തര ഫലമായി യഹൂദൻ ലോകത്തിൽ ചിതറിപ്പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ യഹൂദൻ സ്വദേശത്തേക്ക് മടങ്ങി വന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് യഹൂദൻ. സാംസ്കാരികമായി വളരെ പിന്നണിയിലാണ്. രാജ്യത്തിന്റെ ഒരു നിയമങ്ങളെയും ചിട്ടകളെയും അംഗീകരിക്കാത്ത ഒരു വികൃത നിലവാരമാണ് അവരുടേത്. ഏത് എഗ്രിമെന്റ് വെച്ചെന്ന് പറഞ്ഞാലും അവനെ തൊടാൻ പോയാൽ അവൻ ഉപദ്രവിക്കും. പാലസ്തീൻകാർ ഇവിടെ നിന്ന് ഏറുപടക്കം എറിയും, അവൻ അവിടെ നിന്ന് നല്ല മിസൈൽ അടിക്കും. അവന്റെ ഇരിക്കെ ഞോണ്ടാൻ പോയാൽ ഒരു വിധത്തിലും രക്ഷപ്പെടാനൊക്കത്തില്ല. ലോകം ഇന്നത് അംഗീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാമോ? പ്രവചനത്തിന്റെ നിവർത്തിയാണ്. മശിഹായുടെ മടങ്ങി വരവിന് മുൻപ് ലോകത്തിൽ നടക്കുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, യഹൂദൻ സ്വദേശത്തേക്ക് മടങ്ങി വരും. അവൻ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായിരിക്കും. അവനെ ചുമക്കുന്നവന് കഠിനമായ മുറിവേൽക്കും. വായിച്ചാട്ട് യിരെമ്യാവിന്റെ പുസ്തകം 33 അധ്യായത്തിന്റെ 7 വാക്യവും ആമോസിന്റെ പുസ്തകം 9 അധ്യായത്തിന്റെ 14 വാക്യവും വായിക്കുമ്പോൾ അവിടെ പറയാണ്, ഇസ്രായേലേ, ഞാൻ നിന്നെ സ്വദേശത്ത് മടക്കി കൊണ്ടുവരും. വായിച്ചാട്ട്, ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. ഇനി ആമോസിന്റെ പുസ്തകത്തിൽ ഒന്ന് വായിച്ചാൽ 9:14. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിനെ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിതു പാർക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ യഹൂദൻ സ്വദേശത്തേക്ക് മടങ്ങി വരുമെന്ന് ഒരു 100 വാക്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. തിരുവഴുത്തിന്റെ നിവൃത്തി എന്ന വണ്ണം യഹൂദൻ സ്വദേശത്തേക്ക് വന്നു. ഇന്ന് ലോകത്തിൽ അവനൊരു വലിയ അത്ഭുത വിഷയമാണ്. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഉണ്ടായി. ലോകത്തിൽ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചു. 1-ാം ലോകമഹായുദ്ധം ലോകത്തെ മുഴുവൻ ആഗോള വ്യാപകമായി അത് പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു. സമ്പൽ സമർത്ഥമായ പല രാജ്യങ്ങളും പരാജയത്തിന്റെ അടിത്തട്ടിൽ പോയി. ആ നാളിൽ ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ യഹൂദന് അവരുടെ ഒരു ഏകീകരണം ഉണ്ടായി. വീണ്ടും 1914 തുടങ്ങി 1939 തുടങ്ങി 1945 വരെ 2-ാം ലോകമഹായുദ്ധം ഉണ്ടായി. ലോകത്തിൽ എന്തു സംഭവിച്ചു? ബൈബിൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ജാതികളെ അരിക്കും. അത് ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം അരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ജാതികളെ അരിച്ച് ഒരു ഇസ്രായേൽ മണി പോലും നഷ്ടപ്പെടാതെ ഞാൻ അവനെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. 1-ാം ലോകമഹായുദ്ധം ലോകത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും 2 ചേരിയായി നിന്ന് യുദ്ധം ചെയ്തു. ലോകമേ, നീ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് പടയാളികൾ മരിച്ചു. കോടിക്കണക്കിന് ആയിരങ്ങൾ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടുത്തി അനേകർ അംഗഹീനരും ദുഃഖിതരുമായി. അധികം വൈകും മുമ്പ് 2-ാം ലോകമഹായുദ്ധം ഉണ്ടായി. ഈ ലോകമഹായുദ്ധത്തിൽ ലോകമേ, നീ എന്ത് നേടി? ഹിരോഷിമ, നാഗസാക്കി എന്ന് പറയുന്ന പ്രശസ്തമായ 2 പട്ടണം ചുട്ടെരിഞ്ഞു. 5 കോടിയിലധികം ജനങ്ങൾ 2-ാം ലോകമഹായുദ്ധത്തിൽ കരിഞ്ഞുപോയി. ലോകമേ, നീ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ലോകം മൗനതയോടെ വളരെ ദുഃഖത്തോടെ നിൽക്കുമ്പോൾ യഹൂദൻ അഭിമാനിച്ചു പറയും, ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം അത് ഞങ്ങൾക്ക് തിരികെ ലഭിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ജാതികളെ അരിച്ച്
ജാതികളെ അരിച്ച് ഒരു മണി പോലും നഷ്ടപ്പെടാതെ ഞാൻ ഇസ്രായേലിനെ അവന്റെ സ്വദേശത്തേക്ക് വരുത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഈ ഇസ്രായേലിന് അവന്റെ രാജ്യം കിട്ടുന്നത്. ഏറിയ വർഷം ഏതാണ്ട് BC 600 തുടങ്ങി വിദേശികൾ അവിടെ കോളനി വാഴ്ച നടത്തി. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ തുടങ്ങി റോമാക്കാർ വരെ കോളനി വാഴ്ച നടത്തിയ ഈ രാജ്യം യഹൂദന് സ്വന്തമായി കിട്ടിയത് എപ്പോഴെന്നറിയാമോ? രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ്. രഹസ്യം എന്തെന്നറിയാമോ? ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തത്തിന്റെ പിന്നിലാണ്. രണ്ട് ചേരിയായി രണ്ടാം ലോക മഹായുദ്ധം നേരിട്ടു. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ ഉഗ്രമായ യുദ്ധമായി. യുദ്ധത്തിൽ ബ്രിട്ടൻ ജയത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. അധികം വൈകും മുൻപ് അവർക്ക് വെടിമരുന്ന് കൊടുത്തിരുന്ന ടർക്കിയുടെ യാത്ര കപ്പലുകളെ തടഞ്ഞുകൊണ്ട് ജർമ്മൻ അവർക്ക് ഉപരോധനം പ്രഖ്യാപിച്ചു. അധികം വൈകും മുമ്പ് ബ്രിട്ടന്റെ വെടിമരുന്ന് തീർന്നു. ബ്രിട്ടൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് താഴ്ന്നു. ജർമ്മൻ ജയത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തി. പെട്ടെന്ന് ഈ ബ്രിട്ടനെ ജയിപ്പിച്ചാൽ തക്കതായ പാരിതോഷ്യം കൊടുക്കുമെന്ന് ബ്രിട്ടൻ രാജാവായ ജോർജ് അന്ന് ഒരു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനത്തിന്റെ അനന്തരമായി അന്ന് ബ്രിട്ടനിലെ ഒരു കോളേജിൽ ടീച്ചറായിരുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ഒരു യഹൂദൻ, വില്യം പേസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു യഹൂദൻ, ഒറ്റ രാത്രി കൊണ്ടാണ് TNT ഗ്യാസ് കണ്ടുപിടിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചതിന്റെ രഹസ്യം ഈ TNT ഗ്യാസ് ആയിരുന്നു. അതിശക്തമായ സ്ഫോടന വസ്തു വെടിമരുന്ന് ഉപയോഗിച്ചാണ് അതുവരെ യുദ്ധം ചെയ്തെങ്കിൽ ആ മഹാനാ രാത്രിയിൽ തന്റെ രാജ്യം നേടിയെടുക്കണമെന്നുള്ള ആവേശത്താൽ അവനൊരു വലിയ കണ്ടുപിടുത്തം നടത്തി. അവന്റെ പരീക്ഷണശാലയിൽ അവൻ TNT ഗ്യാസ് കണ്ടുപിടിച്ചു. പക്ഷേ വലിയൊരു പ്രതിസന്ധിയുണ്ട്. അന്തരീക്ഷത്തിലെ ഊഷ്മാവിൽ ഈ TNT ഗ്യാസ് പൊട്ടിത്തെറിക്കും. ഒരിക്കലും സുരക്ഷിതമായി ഇത് യുദ്ധകളത്തിൽ കൊണ്ടെത്തിക്കാൻ ഒക്കത്തില്ല. ഇദ്ദേഹം വളരെ വ്യാകുലപ്പെട്ടു. ദൈവഭക്തനായ അദ്ദേഹത്തിന്റെ മനസ്സുരുകി. അദ്ദേഹം മുഴങ്കാലുകൾ മടക്കി രാത്രിയിൽ പ്രാർത്ഥിച്ചു. തിരുവെഴുത്തെടുത്ത് തുറക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്: ദൈവമേ, നീ ഹിമത്തെ പോരും പടയുമുള്ള ദിവസത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ഹിമത്തെ പോരും പടയുമുള്ള ദിവസത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. എന്നാ വായിച്ചാട്ട്. പോരും പടയുമുള്ള ദിവസത്തിനായി നീ ഹിമത്തെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വാക്യം ഈ മഹാൻ കണ്ടെത്തുകയാണ്. ഈ പ്രൊഫസർ എന്ത് ചെയ്യുന്നറിയാമോ? അധികം മുമ്പ് അതൊന്ന് പരീക്ഷിച്ചു നോക്കി. താൻ TNT ഗ്യാസ് നിറച്ച ചെറിയ അലൂമിനിയം ബോട്ടിലുകൾ കൊണ്ടുവന്ന് ഈ ഐസ് ബാറിനുള്ളിൽ വെച്ച് ബാൻഡ് ചെയ്തു. ഐസ് ബാറിനുള്ളിൽ ഇരുന്നപ്പോൾ ഇത് പൊട്ടുന്നില്ല. പെട്ടെന്ന് അത് റിസർച്ച് ചെയ്തു, അത് ജയിച്ചു. അത് അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ബ്രിട്ടീഷ് ഭരണകർത്താവ് ജോർജ് രാജാവിനോട് പറഞ്ഞു, ഞാനൊരു കണ്ടുപിടുത്തം നടത്തി, പാരിതോഷ്യമായി എനിക്ക് എന്ത് തരും? നീ എന്താവശ്യപ്പെട്ടാലും ഞാൻ നിനക്കത് തരാമെന്ന് പറഞ്ഞു. ജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. TNT ഗ്യാസ് പെട്ടെന്ന് ബ്രിട്ടൻ സൈനിക താവളത്തിലേക്ക് എത്തി. അധികം വൈകും മുൻപ് ജർമ്മനെ ബ്രിട്ടൻ അടിച്ചു തൂത്തുപോയി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും സഖ്യകക്ഷികളും ജയിച്ചു. ലോകം അമ്പരന്നു പോയി. ജർമ്മനും സഖ്യകക്ഷികളും പാടെ തകർന്നുടഞ്ഞു. രഹസ്യം ദൈവത്തിന്റെ വചനത്തിൽ മറിഞ്ഞു കിടന്ന സത്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ന് വായിച്ചാട്ട് 22-ാം വാക്യം. നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്ക് സംഭരിച്ചു വെച്ചിരിക്കുന്നു. ആ ഒറ്റ വാക്യമാണ് മഞ്ഞിനകത്ത് പൊതിഞ്ഞാൽ TNT ഗ്യാസ് അന്തരീക്ഷ മർദ്ദത്തിൽ പൊട്ടുകലെന്ന് പിടികിട്ടിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജർമ്മൻ തോറ്റു കീഴടങ്ങി. അന്നത്തെ ബ്രിട്ടീഷ് സൈനാധിപനായിരുന്ന അലൽബിനായിരുന്നു, ജനറൽ അലൽബി. ടർക്കിയുടെ അധീനതയിൽ നിന്ന് ഇസ്രായേൽ രാജ്യം പിടിച്ചെടുത്തു. മാത്രമല്ല ഈ ശാസ്ത്രജ്ഞന്റെ ആവശ്യപ്രകാരം ഈ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ഭൂമിയിൽ
സ്ഥാപിക്കപ്പെട്ടു. ഏതാണ്ട് 1948 മെയ് മാസം 14-ാം തീയതി അത് ലോകത്തിലെ ഒരു രാഷ്ട്രമായി മാറി. ഒരു കാലത്ത് തെരുവ് നായെ പോലെ തെണ്ടിയലഞ്ഞ യഹൂദൻ ഇന്ന് സ്വദേശത്തേക്ക് വന്നു. രഹസ്യം എന്ത്? മശിഹാ തമ്പുരാൻ പറഞ്ഞു, അത്തി തളിർക്കും, അത് പൂക്കും. ദൈവത്തിന്റെ ന്യായവിധി ഏറ്റുവാങ്ങി ഭൂമിയിൽ അലഞ്ഞ യഹൂദൻ സ്വദേശത്തേക്ക് വന്നു. ഇന്ന് ലോകം അമ്പരന്ന് നിൽക്കുകയാൽ അവന്റെ എല്ലാ തുറകളിലും നാം നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. അവന്റെ പുരോഗതിയുടെ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ഇന്നത്തെ അവിടുത്തെ കാർഷിക മേഖല വലിയ അത്ഭുതമാണ്. കാർഷിക മേഖല ഒരു കാലത്ത് അറബി ഒട്ടകത്തെ കെട്ടാതെയും മുക്കുവൻ വല വീശാതെയും മൂങ്ങായും കുറുക്കനും രാപാർത്തിരുന്ന ശപിക്കപ്പെട്ട ഭൂമി ഇന്ന് ഭൂമിയിൽ ഏതേൻ തോട്ടമാണ്. ഭൂമിയുടെ പല ദിക്കുകളിൽ നിന്ന് നല്ല വളക്കൂറുള്ള മണ്ണ് കൊണ്ടുവന്ന് മനോഹരമായി കൃഷി ചെയ്യുകയാണ്. നല്ല ഒരു നല്ല കാർഷിക മേഖല അവർക്കുണ്ട്. നല്ല ഒരു കൃഷിത്തോട്ടം, പച്ചക്കറിയുടെ കൃഷികൾ, ആയതുപോലെ പൂക്കൃഷി ഏറ്റവും കൂടുതലുള്ളത് ഇസ്രായേലിലാണ്. രഹസ്യം എന്നറിയാമോ? ഇത് ബൈബിൾ പറഞ്ഞിരുന്നു. ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകനായ യെഹെസ്കേൽ പറഞ്ഞു, ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനം മടങ്ങി വരുവാൻ കാലം തികഞ്ഞതുകൊണ്ട് നീ കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്ക്കണം. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെ കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്തത്, നിങ്ങൾ ജാതികളുടെ നിന്നെ വഹിച്ചതുകൊണ്ട് ഞാൻ എന്റെ തീഷ്ണതയോടും എന്റെ ക്രോധത്തോടും കൂടി സംസാരിക്കുന്നു. എന്റെ ജനം മടങ്ങി വരുവാൻ. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ എന്റെ ജനമായി ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുന്നത് കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചോളണമേ. 1948 ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഇസ്രായേൽ ജാതിക്ക് വേണ്ടി 2600 വർഷം മുൻപ് പ്രവാചകൻ യെഹെസ്കേൽ പറയുന്നു, ഇസ്രായേൽ പർവ്വതങ്ങളെ, നിങ്ങളുടെ കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പി. ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖല അവിടെയാണ്. ടുഡേ ഫ്രം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഞാൻ ഒരിക്കൽ വായിച്ചു. അവിടെ ഉണ്ടാകുന്ന ഒരു തക്കാളിക്ക 300 ഗ്രാം ഉണ്ട്. 300 ഗ്രാം ഉണ്ട് ഒരു തക്കാളിക്ക. പണ്ട് യോശുവയും കാലേബും കൂടെ ഒരു മുന്തിരിക്കൊല അടത്തിക്കൊണ്ടുപോയി തോളിൽ ചുമന്നൊക്കെ വായിക്കുമ്പോൾ നമുക്കതൊരു സ്വപ്ന രൂപമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഇന്നും അങ്ങനെയാ പ്രിയമുള്ളവര്. ഒരു തക്കാളിക്ക 300 ഗ്രാം. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന 30 തക്കാളിക്കായും തൂക്കുന്നവനും കൂടെ കയറിയിരുന്നാലേ 1 കിലോ ഒപ്പിച്ചെടുക്കാനൊക്കത്തുള്ളൂ. ശപിക്കപ്പെട്ട ഭൂമി അനുഗ്രഹിക്കപ്പെട്ടതിന്റെ രഹസ്യം എന്തെന്നറിയാമോ? പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇനി നമുക്ക് അടുത്തതായി നോക്കാം സമുദ്രത്തിന്റെ സമ്പത്ത്. ഞാൻ വായിച്ചല്ലോ യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ആ ചാവുകടലിനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുന്നു, ഇസ്രായേലേ, നീ നിന്റെ സന്തതിയെ ഭുജത്തിലെടുത്ത് നിന്റെ ദേശത്ത് വന്നു ചേരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ചാവുകടലിനകത്ത് കിടക്കുകയാണ്. ആറ്റമിക് ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ ആവശ്യമായ യുറേനിയം, തോറിയം, പ്രൊട്ടക്ടീനിയം, മഗ്നീഷ്യം, ഇങ്ങനെ വിലപ്പെട്ട ധാതു ലവണങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ബ്രിട്ടീഷുകാർ അരിച്ചു പെറുക്കി വെറും പന്ന ഉപ്പാണെന്ന് പറഞ്ഞ് എഴുതി തള്ളിയത് ഈ ഇസ്രായേൽ വന്നപ്പോൾ സമ്പത്തിന്റെ രഹസ്യം തെളിഞ്ഞു വന്നു. ബൈബിൾ പറഞ്ഞു. ഇനി അവന്റെ സൈനിക ശക്തിയെ നമുക്ക് നോക്കാം. എത്ര യുദ്ധങ്ങൾ ചെയ്തു. ഇസ്രായേലിനെ വളഞ്ഞ് അറബി നാടുകൾ ആക്രമിച്ചു. 5-6 രാജ്യങ്ങളൊക്കെ ചേർന്ന ഒറ്റയടി അടിക്കുന്നത്. പക്ഷേ അടിച്ചവനെല്ലാം പരക്കം പാഞ്ഞതല്ലാതെ അവന്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കുന്നില്ല. അതിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, പറയാണ്, ഇസ്രായേലേ, ഞാൻ നിന്നെ സകല ജാതികൾക്കും പാമുള്ള കല്ലാക്കി വയ്ക്കും. അടുത്തത്, നിന്നെ ആര് ചുമക്കുന്നു അവന് കഠിനമായ മുറിവേൽക്കും. സക്കറിയാ പ്രവചനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ 6-ാം വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുക, കറ്റകൾക്കിടയിലെ തീപ്പന്തം പോലെ എന്ന് പറഞ്ഞാൽ കൊയ്തടുക്കിയ കറ്റ കൂട്ടി വയ്ക്കുമ്പോൾ അതിനിടയിൽ ഒരു പന്തം കൊണ്ടുവച്ചാലുള്ള ഗതി എന്താ? കടപടാന്ന് നെല്ല് പൊട്ടുന്നതും കച്ചി കത്തുന്നതും നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. ലോകത്തില് ഇന്ന് അവൻ ഒരു പന്തമായിട്ടിരിക്കുകയാണ്. ഇനി അവനെ ചുമക്കുന്നവനെല്ലാം മുറിവേക്കും. ഇങ്ങനല്ലേ വായിച്ചത്?
ഇസ്രായേലേ, നിന്നെ ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. നിന്നെ ചുമക്കുന്നവൻ കഠിനമായ മുറിവേൽക്കും. ചുമന്നോണ്ട് നടന്നത് അമേരിക്കക്കാരനായിരുന്നു. അമേരിക്കക്കാരൻ ഇവനെ ചുമന്നോണ്ട് നടന്ന് അവസാനം മാന്യനായ ഒരുവനെ തെരുവ് നായ്ക്ക് തുല്യനായ ഒരുത്തൻ റോഡിൽ വെച്ച് തല്ലി അവന്റെ മുൻപല്ല് പറിച്ചു കളയുന്ന പോലാണ് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് ബിൻ ലാദൻ പൊളിച്ചു കളഞ്ഞത്. അതോടുകൂടിയാണ് ഈ പ്രവചനം നിറവേറിയത്. ഇംഗ്ലീഷുകാർ ചുമന്നോണ്ട് നടന്നു. നിന്നെ ചുമക്കുന്നവന് കഠിനമായ മുറിവേൽക്കും. അമേരിക്കക്കാര് വർഷങ്ങളായി ഇസ്രായേലിനെ ചുമന്ന് തോളത്ത് വെച്ചുകൊണ്ട് നടന്നു. ഇവൻ എന്തോ പറഞ്ഞാലും അവനെ ഏലേലം പാടും. ഇങ്ങനെ വന്നപ്പോഴാണ് പേർഷ്യൻ നാട്ടിൽ നിന്നൊരു തീനാളം പൊങ്ങി. അത് പോയി അമേരിക്കയുടെ അഭിമാന സ്തംഭമായിരുന്ന വേൾഡ് ട്രേഡ് കത്തിച്ച് അതിങ്ങനെ ചണ്ടിക്കുമ്പാരമായി കിടക്കുന്ന കണ്ടപ്പോൾ ഇന്നേക്ക് 2400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ സെഖര്യാവ് പറഞ്ഞു, ഇസ്രായേലേ, നിന്നെ ചുമക്കുന്നവന് കഠിനമായ മുറിവേൽക്കും. ഇന്ന് ലോകത്തിൽ അവനൊരു അത്ഭുത വിഷയമാണ്. ആർക്കും അവനെ തൊടാനൊക്കുന്നില്ല. അവന്റെ കാർഷിക മേഖല, സാമ്പത്തിക ഭദ്രത, അവന്റെ സൈനിക ശക്തി, ഇതെല്ലാം ഒരു അത്ഭുത വിഷയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൽ ഇതുവരെ വന്ന എല്ലാ മഹാന്മാരും ഈ യഹൂദനാണ്. അതാണ് ഒരു അത്ഭുതം. ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, സകല മാനവും മഹത്വവും നിന്റെ സന്തതിക്കായിരിക്കും. ലോകത്തിൽ മതപരമായി ആഗോള വ്യാപകമായി മാനവരാശിയെ മുഴുവൻ സ്വാധീനിച്ച വാഴ്ത്തപ്പെട്ട മശിഹ ഒരു യഹൂദനായിരുന്നു. ഒരു അത്ഭുതമല്ലേ? ലോകത്തിൽ മതപരമായി ഇതുവരെ മനുഷ്യനെ സ്വാധീനിച്ച ഏറ്റവും വലിയ വ്യക്തിയായ മശിഹ ഒരു യഹൂദനാണ്. ശാസ്ത്രീയമായി ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ആറ്റമിക് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു യഹൂദനാണ്. രാഷ്ട്രീയമായി മുഴുവൻ ലോകത്തെയും സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എഴുതിയുണ്ടാക്കിയ കാരൽ മാർക്സ് ഒരു യഹൂദനായിരുന്നു. എല്ലാവിധത്തിലും മാന്യതയും മഹത്വവും നിനക്കായിരിക്കും. പ്രശസ്തരായ സകല ശാസ്ത്രജ്ഞന്മാരും ഈ യഹൂദന്മാരുടെ വംശത്തിലാണ്. നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞന്മാർ ഉളക്ക, അതുപോലെ പുട്ടുകിറ്റി, അതുപോലെ തേങ്ങാ പൊതിക്കുന്ന ചെരുവിയൊക്കെ കണ്ടുപിടിക്കുമ്പോഴാണ് ഇവൻ ഈ 50,000 മൈൽ അപ്പുറമുള്ള എതിരാളി ഈ അടുത്ത കാലത്ത് അവൻ കണ്ടുപിടുത്ത ഒരാൾ പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു പോയി. അതെന്നാ വെച്ചാൽ നമ്മുടെ DNA വെച്ചോണ്ടുള്ള ബോംബ്. നല്ല പരിപാടിയാണ്. എല്ലാരെയും കൂടെ കൊല്ലുന്നത് എന്തിനാന്ന് അവൻ ചോദിക്കുന്നത്. പാലസ്തീൻകാരോടുള്ള വെറുപ്പ് കൊണ്ട് ഇവൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ DNA വെച്ചുള്ളത്. ഒറിജിനൽ പാലസ്തീൻകാരനെ പിടിച്ചുകൊണ്ട് വന്ന് അവന്റെ DNA വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ DNA ഉള്ളവനെ ചാകത്തുള്ളൂ. നമ്മളാരും അവിടെ പോയി നിന്നാൽ ബോംബ് വീണാൽ നമുക്കൊരു ക്ഷതവും വരികയില്ല, നമ്മുടെ ശരീരത്തിൽ ഒരു രോമം കരിഞ്ഞു പോകത്തില്ല. പക്ഷെ ആ DNA ഉള്ളവൻ എവിടെ നിന്നാലും അവനിങ്ങനെ കോഴി പടഞ്ഞു വീണ പോലെ ചത്തുപോകും. ജൂതന്റെ ബുദ്ധിയെ എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിക്കൊള്ളണം. ഇത് ദൈവം അവന് കൊടുത്ത അനുഗ്രഹമാണ്. ഞാൻ സകല ജാതികളെയും വിളക്കി യഹൂദനെ ഒരുവൻ പോലും അവശേഷിക്കാതെ ഞാൻ സ്വദേശത്തേക്ക് കൊണ്ടുവരും. ശ്രോതാക്കളെ, ഈ സത്യം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ യേശുവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. ഗുരു, നിന്റെ വരവിനെന്ത് അടയാളമെന്ന് ചോദിച്ചപ്പോൾ മശിഹ തിരുവായി മൊഴി പറഞ്ഞു, അത്തി തളിർക്കും. അന്നേരം നീ ഓർത്തോളണം, ഉണങ്ങി വാടി ശാവേറ്റുപോയ അത്തിയെ നീ തളിർത്തോ എന്ന് ചോദിച്ചാൽ അവൻ തളിർത്തു. ഇന്നവനൊരു അത്ഭുത വിഷയമാണ്. അവന്റെ സമ്പത്തോ അവന്റെ സമൃദ്ധിയോ പുരോഗതിയോ അല്ല നമ്മുടെ ചിന്താ വിഷയം. നമ്മുടെ ചിന്താ വിഷയം ഇത് കാണുമ്പോൾ നമ്മുടെ രക്ഷകന്റെ വരവ് അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി നാം നോക്കിയാൽ ഈ പ്രകൃതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ നമുക്ക് കാണാം. പ്രകൃതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ആടി ഉലയുകയാണ്. മനുഷ്യൻ ഓരോരോ കണ്ടുപിടുത്തം നടത്തുമ്പോൾ തമ്പുരാൻ ഇവൻ കണ്ടുപിടിച്ച ഓരോന്നിന്റെയും കുറ്റി ഊരി വിടുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പണ്ട് ഭൂകമ്പം എന്നൊക്കെ കേട്ടാല് നമ്മളിങ്ങനെ പേപ്പറുകളിൽ വായിച്ചിട്ടുണ്ട്. നല്ല നല്ല കഥപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ലോകചരിത്ര പുസ്തകങ്ങളിലൊക്കെയാണ് ഭൂകമ്പം എന്നുള്ളത് നമ്മൾ വായിച്ചു കേട്ടത്. ഇപ്പം ഭൂകമ്പം ഇല്ലെങ്കിൽ ആളുകൾക്ക് ഉറക്കമില്ലെന്നാ വന്നിരിക്കുന്നത്. അതാണ് അത്ഭുതം. ഡെയിലി ഭൂകമ്പമാണ്. നമ്മൾ എടുത്തു നോക്കിക്കോ, എവിടെ നോക്കിയാലും ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിളിൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഭൂമിയെ ഇളക്കും. കർത്താവ് പറഞ്ഞു, വലിയ ഭൂകമ്പം ഉണ്ടാകും. കഴിഞ്ഞ 50 വർഷത്തിന്റെ ചരിത്രം നിങ്ങൾ എടുത്താൽ മനുഷ്യൻ ഭൂമിയിൽ വാസം തുടങ്ങിയ കാലഘട്ടം തുടങ്ങി ഇതുവരെ ഉണ്ടാകാത്ത വലിയ ഭൂകമ്പമാണ് ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.
എവിടെ നോക്കിയാലും ഭൂകമ്പം, ഭൂമി ആട്ടി ഒലയുക. മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ള പേടിയിലാണ് മനുഷ്യൻ പരക്കം പായുന്നത്. എന്റെ വിശ്വാസം അനുസരിച്ച് പ്രിയമുള്ളവരെ, മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല. പൊട്ടുമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മന്ത്രിമാർ അതിന്റെ കീഴെ സത്യാഗ്രഹത്തിന് ഇരിക്കത്തില്ല. അവന്മാർ വീട്ടിൽ പോയി പുതച്ചു മൂടി കിടന്നുറങ്ങുമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ധൈര്യമായി പറയാം, ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ പൊട്ടത്തില്ല. ഭൂകമ്പം മനുഷ്യൻ ഞെട്ടി വിറയ്ക്കുകയാണ്. ഇനി അടുത്തത് യേശു പറയുകയാണ്, വലിയ തിരമാല ഉണ്ടാകും. ജപ്പാൻ ഭാഷയിൽ ഈ പേര് സുനാമി എന്ന ഭീകര രാക്ഷസ തിരമാല എന്നാണ് അതിന്റെ അർത്ഥം. വലിയ രാക്ഷസ തിരമാല, സുനാമി. ഇപ്പൊ സുനാമി എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ്. അടുത്ത കാലത്ത് പറവൂരുള്ള ഒരാൾ എന്നോട് പറയാ, എന്റെ ചായ വെറുതെ ആശിപ്പിച്ചു, സുനാമി അടിക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു, പക്ഷേ സുനാമി അടിച്ചില്ല. സുനാമി ഒരു നിത്യ സംഭവമാണ്. യേശു പറഞ്ഞു വലിയ കൊടിയ തിരമാലകൾ ഉണ്ടാകും. അടുത്തത് യേശു പറഞ്ഞു ആകാശത്തിന്റെ ശക്തികൾ ഇളകി മറിയും. ഈ ആകാശം ഒരു നിയമത്തിലാണ് നിൽക്കുന്നത്. നാം കാണുന്ന സൂര്യനുണ്ടല്ലോ, 9,30,00,000 മൈൽ അകലത്തിൽ 1,50,00,000 ഡിഗ്രി ചൂടിലാകത്ത്. അവനിങ്ങനെ കത്തുന്നതിന് ഒരു സെക്കൻഡ് 20 ലക്ഷം ടൺ ഇന്ധനമാണ് വേണ്ടിയത്. അത്യുഗ്രമായ ചൂടിൽ 1,50,00,000 ഡിഗ്രി ചൂടിൽ ഇങ്ങനെ കത്തുകയാ. 100 ഡിഗ്രി ചൂടിലാണ് വെള്ളം ചൂടാകുന്നത്, 800 ഡിഗ്രി ചൂടിലാണ് ഇരുമ്പുരുകുന്നത്. എന്നാൽ സൂര്യൻ കത്തുന്നത് 1,50,00,000 ഡിഗ്രി ചൂടിൽ 9,30,00,000 മൈൽ അകലത്തിലാണ് നിൽക്കുന്നത്. നമ്മളൊരു ഫ്ലൈറ്റേ കയറി ചായ കുടിക്കാൻ ഇടയ്ക്കെങ്ങ് നിർത്താതെ തുടർച്ചയായി 14 വർഷം യാത്ര ചെയ്താലേ നമുക്ക് അവിടോട്ട് ചെല്ലാനൊക്കത്തുള്ളൂ. അവിടെ കത്തുന്ന ആ വെളിച്ചത്തിന്റെ പ്രകാശം സെക്കൻഡിൽ 1,64,000 മൈൽ ദൂരം യാത്ര ചെയ്താണ് നമ്മുടെ അടുക്കൽ വരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തൊരത്ഭുതം! ഇതെല്ലാം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുക. ഇനി നമ്മുടെ ഭൂമി അങ്ങ് നോക്കാം. ഭൂമി 23 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞാ നിൽക്കുന്നു. ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഒരല്പം ഒരു സൈഡിലോട്ട് ചരിഞ്ഞാ നിൽക്കുന്നു. അത് നേരെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ കുഴഞ്ഞു പോയി. പിന്നെ ഇവനെ മാത്രമല്ല, ആ മണിക്കൂറിൽ 1000 വേഗതയിലാണ് ഓടുന്നത്. മണിക്കൂറിൽ 1000 മൈൽ വേഗതയിൽ 23 ഡിഗ്രി ചരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. എന്തൊരത്ഭുതമായിട്ടായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുപോലെ കോടാനുകോടി നക്ഷത്രങ്ങൾ. എന്നാൽ ആകാശത്തിന്റെ ശക്തിയെല്ലാം കൂടെ അങ്ങോട്ട് ഇളകുമെന്നവർ എന്ന് പറഞ്ഞാൽ, നടുറോഡിൽ ട്രാഫിക് തെറ്റിയാൽ വണ്ടി കൂട്ടിയിടിക്കുന്ന പോലെ ഈ ഗ്രഹങ്ങളെല്ലാം കൂടി ഇടിക്കും. ഭൂമി പോയി ചൊവ്വായിക്കിട്ടിടിക്കും, ചൊവ്വ പോയി ബുധനിട്ടിടിക്കും. അങ്ങനെ ഗ്രഹങ്ങൾ കൂട്ടിയിടിക്കും. ബൈബിൾ എഴുതിയിരിക്കുന്നത് ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോകും. ഭൂമിയിൽ എന്ത് ഭവിക്കുമെന്നോർത്ത് മനുഷ്യൻ നിർഭയനായി മാറും. വലിയ കൊടിയ കടൽത്തിരകൾ ഉണ്ടാകും. അടുത്തത് ജാതി ജാതിയോട് നിൽക്കും. വലിയ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. ഇന്നത് അതുപോലെ സംഭവിക്കുകയാണ്. ജാതീയ പ്രവചനങ്ങളെല്ലാം മശിഹായുടെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ആകാശ പ്രവചനങ്ങളെല്ലാം മശിഹായുടെ വരവിനെ വിളിച്ചറിയിക്കുന്നു. യഹൂദനെ കുറിച്ചുള്ള പ്രവചനമെല്ലാം മശിഹായുടെ വരവിനെ വിളിച്ചറിയിക്കുന്നു. സഭയെ കുറിച്ചുള്ള പ്രവചനമെല്ലാം മശിഹായുടെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്ത് നാസ പുറത്തുവിട്ട ഒരു ന്യൂസ് ലോകത്തെ ആകെ പിടിച്ചു കുലുക്കി. പിന്നീട് അവർ ആ ന്യൂസ് പിൻവലിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത ഇട്ടിട്ടില്ല എന്ന്. നിംബ്രു എന്ന് പറയുന്ന ഒരു ഗ്രഹം അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് അകന്ന് അതിവേഗം പാഞ്ഞു വരികയാണ്. ഏതാണ്ട് 2024 അതിങ്ങനെ ഭൂമിയുടെ സമീപത്തൂടെ പോകും. ഭൂമിക്കിട്ട് കയറി തട്ടിയാൽ ബ്രിട്ടനാണ് തട്ടാൻ പോകുന്നത്. തട്ടിയാൽ അത്രയും ഭാഗം ഉള്ളിലോട്ട് പോകും. ഏതാണ്ട് ഭൂമിയേക്കാൾ 1500 മടങ്ങോളം വലിപ്പം വരുന്ന ഈ ഗ്രഹം വന്ന് ഭൂമിക്കിട്ടിടിച്ചാൽ ഭൂമിയുടെ ആ ബ്രിട്ടന്റെ ഭാഗവും ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകും. ഇനി ഇടിച്ചില്ലെങ്കിൽ തന്നെ ഇവന് ആ വരുന്ന ശക്തി കൊണ്ട് ഭൂമി ഭ്രമണപഥത്തിൽ നിന്ന് അകന്നുപോകും. ഇവൻ മാത്രമല്ല, ഇവനോടുകൂടെ ആയിരക്കണക്കിന് ചെറുഗ്രഹങ്ങളാണ് വരുന്നത്. അതെല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ ഭൂമിയിലോട്ട് കൽമഴ പെയ്യും. ഇതൊന്നും യാദൃശ്യമല്ല പ്രിയമുള്ളവരെ. തിരുവെഴുത്ത് എഴുതിയിട്ടുണ്ട്, ആകാശത്തിന്റെ ശക്തികളാകും. സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, അത്തിക്കായ്കൾ വീഴും പോലെ നക്ഷത്രം ഭൂമിയിൽ വീഴും.
പ്രവചനം ഒന്നൊന്നായി യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നിന്റെ രക്ഷയെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്നു. വലിയ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. ഇനി അടുത്തതായി നമുക്കൊന്ന് ചുരുക്കമായി ചിന്തിക്കാം, നമ്മുടെ രക്ഷകൻ എന്തിനാണ് വരുന്നത്? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വരുമ്പോൾ വിശുദ്ധ പൗലോസ് യഹൂദയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ക്രൈസ്തവ മാർഗത്തിൽ വന്ന ഭക്തന്മാരോട് പറയുകയാണ്, രക്ഷകൻ വരും. എന്തിന്? പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. വായിച്ചാൽ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ അടുത്ത വാക്ക് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട മസിഹ മടങ്ങി വരും. പൗലോസ് അവിടെ 2 വരവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ വരവ് പാപികളുടെ വീണ്ടെടുപ്പിനും, രണ്ടാമത്തെ വരവ് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ രൂപാന്തരത്തിനുമാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിന്? തന്റെ സ്വന്തം ശരീരത്തിലെ പാപപരിഹാര ബലിയാൽ മാനവരാശിക്ക് വീണ്ടെടുപ്പ് കൊടുക്കുവാൻ അവൻ വീണ്ടും വരും. പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി. ശ്രദ്ധിക്കുക, ഈ ചാർട്ടിന്റെ ഈ ഭാഗത്ത് അതിന്റെ മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ശവക്കുടീര, അമേരിക്കക്കാരൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മുടേതാണെങ്കിൽ അത്രയും വീറുമൃത്തിയായിട്ട് കിടക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കൊള്ളാം, മനോഹരമായ ഒരു ശവക്കുടീരം. അവിടെ നിന്ന് ആയിരങ്ങൾ ഉയർക്കുന്നു. കർത്താവായ യേശുവിന്റെ വരവ്. യേശു മടങ്ങി വരും. വാസസ്ഥലം ഒരുക്കിയ ശേഷം മശിഹ മടങ്ങി വരും. പിതാവ് അനുവദിക്കുമ്പോൾ അവൻ മടങ്ങി വരും. പ്രവാചകന്റെ പ്രവചനം നിറവേറുമ്പോൾ നമ്മുടെ മശിഹ മടങ്ങി വരും. എന്തിന്? തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. അടുത്തത് അവൻ എങ്ങനെ മടങ്ങി വരും എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇതോ അവൻ കൂലിയും പ്രതിഫലവുമായി വരുന്നു. പ്രവാചകനായ യെശയ്യാവ് അങ്ങനല്ലേ പറയുന്നത്? അവൻ കൂലിയും പ്രതിഫലവുമായി വരുന്നു. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വായിച്ചാട്ട് പെട്ടെന്ന് വായിച്ചു. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഇവിടെ അതിന്റെ പടം കൊടുത്തിരിക്കുകയാണ്. കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൂതന്മാർ കാഹളം ഊതുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ഒന്ന്, അവൻ എപ്പോൾ വരും എന്നുള്ളതാണ് ചിന്തിച്ചത്. പ്രവചനം നിവൃത്തിയാകുമ്പോൾ, വാസസ്ഥലം പൂർത്തീകരിക്കുമ്പോൾ, നീതിയുള്ള പിതാവ് അനുവദിക്കുമ്പോൾ. 2, അവൻ എന്തിനാണ് വരുന്നത്? പാപം കൂടാതെ കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. അവൻ എങ്ങനെയാണ് വരുന്നത്? ഒന്നാമത് അവൻ കൂലിയും പ്രതിഫലവുമായി വരുന്നു. വീണ്ടും എഴുതിയിരിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15:52 തുടങ്ങി 54 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. മരിച്ചു മൺമറഞ്ഞു പോയവർ അവർ ഉയർത്തു വരും. ജീവിച്ചിരിക്കുന്നവർ നാം രൂപാന്തരപ്പെടും. 2 കാര്യമാണ് സംഭവിക്കുന്നത്. മരിച്ചവർ ഉയർക്കുന്നു, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ രക്ഷകൻ പറയാണ്, കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്നു. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യന്യായവിധിക്കായും ഉയർക്കുന്ന നാൾ വരും. ഓർത്തോളണമേ, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും മരിച്ചു മൺമറഞ്ഞു പോയവർ ഉയർത്ത് എഴുന്നേറ്റ് വരികയും. അടുത്തതായി നമുക്ക് അല്പം കൂടെ ചിന്തിക്കേണ്ടത്, ദൈവമക്കളെ ആർ അതിന് യോഗ്യരായി തീരും? നാം ഈ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്ത് ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നിങ്ങൾ തലകളെ
ഉയർത്തിക്കൊള്ളണം. ആകയാൽ അരുമനാഥൻ മടങ്ങി വരാറായി. ആർക്ക് അവനെ എതിരേൽപ്പാൻ ഒക്കും? വേദപുസ്തകം പഠിക്കുമ്പോൾ ചില പ്രത്യേക വാക്കുകൾ പറയുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ആർക്ക് യേശുവിന്റെ വരവിൽ രൂപാന്തരപ്പെടുവാൻ കഴിയും എന്നാണ് എഴുതിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഒന്നാമത്തെ യോഗ്യത, ഒരുവൻ ക്രിസ്തുവിൽ മരിക്കണം. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ ക്രിസ്തുവിൽ ജീവിച്ച് അവൻ ക്രിസ്തുവിൽ മരിക്കണം. രണ്ടാമതായി ബൈബിൾ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലാണ്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? കർത്താവായ യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളെയും ഉയർപ്പിക്കും. നമ്മുടെ ഉയർപ്പിന് രണ്ടാമത് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു യോർദാനിൽ സ്നാനമേറ്റ് കരയിൽ കയറുമ്പോൾ പ്രാവ് പോലെ അവനിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ചെങ്കിൽ മശിഹായുടെ മടങ്ങി വരവെങ്കിൽ നാം ഉയർക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് വേണം. ഫിലിപ്പിയർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ആ അത്യന്ത ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. മൂന്നാമതായി ബൈബിൾ പറയുന്നു, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ അവൻ വരുമെന്നും അവനെ കാണുമെന്നും അവനോട് സദൃശ്യരാകുമെന്നും ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കും പോലെ തങ്ങളെ തന്നെ നിർമ്മല മനസാക്ഷിയുടെ ഉടമയായി സൂക്ഷിക്കണം. വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ കള്ളനെ പോലെ വരുന്നത് കൊണ്ട് നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നിന്റെ വസ്ത്രം കാത്ത് സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളണം. വീണ്ടും നാം തിരുവഴുത്തിൽ വരുമ്പോൾ ഫിലിപ്പിയാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ നിഷ്കളങ്കരായി നീതിയുടെ ഫലം നിറഞ്ഞവരായി യേശുവിന്റെ നാളിനായി നിങ്ങൾ ഒരുങ്ങി കാത്തിരിക്കണം. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കളെ, നമ്മുടെ മശിഹായുടെ മടങ്ങി വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മശിഹാ തമ്പുരാൻ മടങ്ങി വരും. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഭാവിയിൽ ലോകത്തിൽ എന്തു സംഭവിക്കും എന്ന ചോദ്യത്തിന് ബൈബിൾ എഴുതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മശിഹായുടെ മടങ്ങി വരവാണ്. രക്ഷകൻ മടങ്ങി വരും. രക്ഷകൻ തിരുവായി മൊഴിഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരുമെന്ന്. തന്നെ അനുഗമിച്ച സ്ത്രീകന്മാർ അവർ വളരെ ശക്തിയോടെ പ്രസംഗിച്ചു, പോയതുപോലെ രക്ഷകൻ മടങ്ങി വരുമെന്ന്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. ലോക സംഭവങ്ങൾ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. യഹൂദ ജാതിയുടെ പുരോഗമനം മശിഹായുടെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലും കാണുന്ന ഈ പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ നമ്മുടെ രക്ഷകന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്നു. ജാതി ജാതിയോട് എതിർക്കുമ്പോൾ അവിടെ രക്ഷകന്റെ മടങ്ങി വരവിന്റെ നാൾ അടുത്തു എന്നറിയുന്നു. വലിയ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂമിയിൽ പടർന്നു പിടിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവായ യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവിൽ വ്യാപരിച്ച ആത്മാവായ പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കണം. ദൈവം നിനക്ക് തരുന്ന നീതിയുടെ വസ്ത്രം നഷ്ടപ്പെടാതെ നീ സൂക്ഷിക്കണം. മശിഹാ മടങ്ങി വരുമ്പോൾ അവനെ പോലെ ആയിത്തീരുമെന്നുള്ള പ്രത്യാശ ഉണ്ടെങ്കിൽ നീ അവനെ പോലെ നിർമ്മല മനസാക്ഷിയുടെ ഉടമയായിരിക്കണം. നീതിയുടെ ഫലം നിറഞ്ഞവരായി നമുക്ക് നമ്മുടെ രക്ഷകനെ എതിരേൽക്കാം. അതിനായി നമുക്കൊരുങ്ങാം. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.